പി എച്ച് സെക്ഷനിലാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ അബാക്കസിനെ കുറിച്ചാണ്. കാരണം സെക്ഷൻ ഓഫീസുകളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം അബാക്കസിന്റെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് സെക്ഷൻ ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാർ. അപ്പൊ അതിനെ എങ്ങനെ സ്മാർട്ടായിട്ട് അതിലത്തെ ഡാറ്റകളെ അനലൈസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാനാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് സ്റ്റീഫൻ അലക്സാണ്ടർ ആണ്. അപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനും അദ്ദേഹത്തെ പരിചയപ്പെടുത്താനും പ്രദീപ് ചന്ദ്ര സാറിനെ ക്ഷണിക്കുന്നു. നാളെ രാവിലത്തെ പ്രോഗ്രാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. സ്റ്റീഫൻ അലക്സാണ്ടർ നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു AE ആണ്. അപ്പം സ്റ്റീഫൻ ഈ കാര്യങ്ങളിൽ, ഇതുപോലത്തെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് വലിയ നല്ല പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്ന ഒരു ആളാണ്. ഇതിന്റെ പ്രയോജനം മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇതിനകത്ത് 2019 തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, സ്റ്റീഫൻ നമ്മളെല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഈ ബില്ലുകളൊക്കെ തയ്യാറാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2019 തന്നെയാണ്. പക്ഷെ അത് നമ്മൾ അധികം കുറച്ച് നാളൊക്കെ ഉപയോഗിച്ചതേ ഉള്ളൂ. ഇപ്പൊ അത് എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ തന്നെ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ സ്റ്റീഫൻ വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാനും രണ്ട് ടീമായിരുന്നു, നന്ദുവും ഞാനും സ്റ്റീഫനും ഒക്കെ ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് ഞങ്ങളിതിപ്പം സ്റ്റീഫന് ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു കാരണമുണ്ടായത്. കാരണം അതിനകത്ത് അബാക്കസിൽ നിന്നുള്ള പല ഡാറ്റയും നമുക്ക് കറക്റ്റ് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നില്ല. അബാക്കസിൽ നമുക്ക് പറയുന്ന പല ഫിഗേഴ്സും, നമ്മളോട് പറയുന്ന ടാർഗറ്റ്, നമ്മളോട് പറയുന്ന ഡിമാൻഡ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നമുക്ക് തന്നെ സംശയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയും പിന്നെ നമുക്ക് ഇപ്പം അബാക്കസായിട്ട് ബന്ധപ്പെട്ടുള്ള കളക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പല ഡാറ്റയും നമുക്ക് അവൈലബിൾ അല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഡാറ്റകൾ കമ്പൈൽ ചെയ്യാനുള്ള ഒരു ശ്രമം സ്റ്റീഫൻ നടത്തിയത്. ഇത് വളരെ സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിലുള്ള പൊതുവെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കാനും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നതാണ്. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനപൂർവ്വം ഞാൻ സ്റ്റീഫനെ ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാണ്. സ്റ്റീഫൻ, ക്ലാസ് തുടങ്ങാം. ഓക്കെ, താങ്ക് യു സർ. ആക്ച്വലി സാറിന്റെ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി ലെന്തി ആകാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്യാൻ പോകുന്ന പോർഷൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് പ്രധാനമായിട്ടും എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഏരിയയിലായിരിക്കും നമുക്ക് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാവുന്നത്. അന്നേരം സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? വിസിബിൾ ആണ്. ഓക്കെ, അന്നേരം ഇതിന്റെ അകത്ത് അബാക്കസിനെ കുറിച്ച് ഒരു വാക്ക്. അബാക്കസ് നമുക്കറിയാം, നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ തന്നെ ഫുൾ ഡീറ്റെയിൽസ്, കൺസ്യൂമർ സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ബില്ല് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിന്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പണമിടപാടുകളും എല്ലാ ഡീറ്റെയിൽസും ഈ അബാക്കസിലൂടെയാണ് പോകുന്നത്. അന്നേരം പണ്ട് നമുക്ക് ഒരു ഈ ടാപ്പ് വരുന്നതിന് മുൻപും അല്ലെങ്കിൽ JJM വരുന്നതിന് മുൻപും എങ്ങനെയാണ് ബില്ല് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് ഞാൻ പറയുന്നുണ്ട്. കാരണം അത് പറഞ്ഞാലേ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അന്നേരം ബില്ലിങ്ങും അരിയറും മാത്രമേ ഇന്നത്തെ ഈ ഒരു അബാക്കസിന്റെ സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഇത് തന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി ലെന്തി ആവാനുള്ള സാധ്യതയുണ്ട്. അന്നേരം ഈ ബില്ലിങ്ങിന്റെ അകത്ത് എങ്ങനെയാണ് ഈ പ്രോസസ്സ് അബാക്കസിൽ നടക്കുന്നത്, ഈ അരിയറിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ അരിയർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അന്നേരം ബില്ലിങ്ങിന്റെ അകത്ത് ജസ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ, പണ്ട് നമുക്ക് അറിയാം, കുറച്ചു പേർക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് അറിയത്തില്ല എങ്കിൽ കൂടിയും പണ്ട് ഈ ടാപ്പിന്റെ ആ പ്രോസസ്സ് തന്നെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് കണക്ഷൻ കൊടുക്കുമ്പോഴേക്കും കുറച്ചേറെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡോക്യുമെന്റ്സിന്റെ ഒപ്പം തന്നെ നമ്മൾ നിയറസ്റ്റ് കൺസ്യൂമർ നമ്പർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് മാൻഡേറ്ററി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ നിയറസ്റ്റ് കൺസ്യൂമർ നമ്പർ മാൻഡേറ്ററി ആയിട്ട് വെക്കാനുള്ള കാരണം ഈ നിയറസ്റ്റ് കൺസ്യൂമർ നമ്പറിന്റെ റൂട്ട് നമ്പർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ റൂട്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ പുതിയതായിട്ട് നമ്മൾ ഈ ടാപ്പിലൂടെ ആഡ് ചെയ്യുന്ന കൺസ്യൂമറിനെ ഈ കൺസേൺഡ് റൂട്ടിലോട്ട് നമ്മൾ അസൈൻ ചെയ്യും. അങ്ങനെ തൊട്ടടുത്ത മാസങ്ങളിൽ ഈ ബില്ല് ജനറേറ്റ് ചെയ്യും, ഈ റൂട്ടിന്റെ ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കൺസ്യൂമറിന് ബില്ല് പുതിയതായിട്ട് എടുത്ത ഈ കണക്ഷനിൽ ബില്ല് ജനറേറ്റ് ആവുകയും മീറ്റർ റീഡറിന്റെ കയ്യിൽ റീഡിംഗ് ഷീറ്റും ബില്ലും കാണും.
ഈ ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും റീഡിംഗ് ഷീറ്റും ബില്ലും ജനറേറ്റ് ആവുകയും ഈ മീറ്റർ റീഡറിന് ഈ 2 ഡേറ്റ വെച്ചിട്ട് കൺസേൺഡ് കൺസ്യൂമറിനെ കണ്ടുപിടിച്ച് അവിടെ ബില്ല് കൊണ്ട് എത്തിക്കും. ഇതായിരുന്നു പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന സിസ്റ്റം. ഇതിന്റെ അകത്ത് വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു, വലിയ തടസ്സങ്ങളും ഇല്ലായിരുന്നു. നേരെ മറിച്ച് നമ്മൾ ജലജീവൻ മിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് പറ്റിയ ഒരു ഒരു നമുക്ക് ആക്ച്വലി പറ്റിയതെന്ന് പറയാൻ പറ്റത്തില്ല. അന്നത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ആ ഒരു സ്പീഡിൽ തന്നെ പോണായിരുന്നു. അന്നേരം നമ്മൾ ഇത്രയും കണക്ഷൻസ് നമുക്ക് ഈ റൂട്ട് വൈസ് വെച്ചിട്ട് നിയറസ്റ്റ് കൺസ്യൂമർ നമ്പർ വെച്ചിട്ട് നമുക്ക് ഈ അബാക്കസിലോട്ട് ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട് ജിയോ ടാഗിംഗ് എന്നുള്ളൊരു സംവിധാനത്തിലൂടെ നമ്മൾ ഈ കണക്ഷനെ ഈ അബാക്കസിലോട്ടോട്ട് കൊണ്ടുവന്നു. അന്നേരം ഈ തൊട്ടടുത്ത കണക്ഷൻ ഏതാണ്, കൺസ്യൂമർ നമ്പർ ഏതാണ്, റൂട്ട് ഏതാണെന്നുള്ളത് ഒന്നും അസൈൻ ചെയ്യപ്പെടാതെ വളരെ റാൻഡമായിട്ട് 9999 എന്ന് പറയുന്ന ഒരു റൂട്ടിലോട്ട് ഇത് അസൈൻ ചെയ്യപ്പെടും. അങ്ങനെ വളരെ ബണ്ടിലായിട്ടുള്ള ഒരു എമൗണ്ട് ഈ കൺസ്യൂമർ നമ്പർ ഈ കണക്ഷന്റെ ഈ റൂട്ടിലോട്ട് വരികയും ഈ റൂട്ടുകളിൽ ഒരുപാട് കണക്ഷനുകൾ നമുക്ക് ബില്ല് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. അതായിരുന്നു ഈ പ്രശ്നത്തിന്റെ ഒരു തുടക്കം. ഇനി രണ്ടാമത്തെ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ അറിയാം, ഒരു സെക്ഷനിൽ ഏറെക്കുറെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ബില്ല് ജനറേറ്റ് ചെയ്ത് ബില്ല് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അരിയർ നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്റെ സെക്ഷനിലെ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സെക്ഷനിൽ ഇങ്ങനെ സമാന്തരമായുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. 1000-നും 2000-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 1000-നും 3000-നും ഇടയ്ക്ക് കണക്ഷൻ അരിയറുള്ള 1 കോടിക്കടുത്ത് കണക്ഷൻ കൺസ്യൂമേഴ്സ്, 1 കോടി രൂപയ്ക്കടുത്ത് കുടിശ്ശികയുള്ള ആൾക്കാരുണ്ട്. ഇതിന്റെ അകത്ത് 1 യൂണിറ്റ് വെള്ളം എടുക്കാത്തവരും കാണും, എന്നാൽ ഒരു 100-150 യൂണിറ്റ് വെള്ളം എടുത്തവരും കാണും. ഇതിന്റെ അകത്ത് പൈസ അടയ്ക്കാത്ത ആൾക്കാരെ വളരെ സ്പെസിഫിക് ആയിട്ട് എങ്ങനെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ പൈസ അടയ്ക്കാൻ താമസമുള്ള ആൾക്കാരെ, ഒരു വർഷം ചിലപ്പോൾ ഒരു 6 മാസമായിട്ട് പൈസ അടച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 1 വർഷമായിട്ട് പൈസ അടച്ചിട്ടുണ്ടാവില്ല, ചിലർ ഇന്നേ വരെ പൈസ അടച്ചിട്ടുണ്ടാവില്ല. ഇതിൽ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിച്ച് അവരെ എങ്ങനെ ഈ സിസ്റ്റത്തിൽ നിന്നും നമുക്ക് കുറച്ചും കൂടി ഫോക്കസ് കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ ബില്ലിങ്ങിലോട്ട് കൊണ്ടുവരാം. ഈ 2 പാരാമീറ്റേഴ്സ് ആണ് ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിനിങ് സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം ഈ റൂട്ട് വൈസ് ബില്ല് ജനറേറ്റ് ചെയ്ത് റീഡിംഗ് ഷീറ്റ് പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മൾ കൺസ്യൂമർ ഒരു മീറ്റർ റീഡർ ഒരു റൂട്ടിലോട്ട് ഇറങ്ങുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ കിട്ടുന്നത് ഒരു എക്സൽ ഷീറ്റ് ആണ്. ആ എക്സൽ ഷീറ്റിന്റെ അകത്ത് നമുക്ക് കുറച്ചേറെ ഡേറ്റാസ് കിട്ടും. വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു എങ്കിലും ഇതിന്റെ നെക്സ്റ്റ് ഫേസിൽ ഞങ്ങൾ സംസാരിച്ചപ്പം എനിക്ക് തോന്നിയത് BPL കൺസ്യൂമേഴ്സിന്റെ കണക്ഷൻ എത്ര ഒരു സെക്ഷനിലുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അബാക്കസിൽ നിന്ന് ഈ 2025 എത്ര ഡേറ്റ ഉണ്ട് എന്നുള്ളത് കിട്ടാൻ അബാക്കസിൽ നിലവിൽ ഒരു വലിയൊരു ഫിഗർ ആണ് കാണിക്കുന്നത്. അത് ആക്ച്വലി കറക്റ്റ് അല്ല. അന്നേരം അതിന്റെ 2025 മാത്രം BPL ആയിട്ടുള്ള കണക്ഷൻസ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ നിലവിൽ അതിൻ്റെ ഒന്ന് ബുദ്ധിമുട്ടാണ്. കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇത് ഓരോ മീറ്റർ റീഡേഴ്സിന്റെ അകത്തും ഓരോ അരിയർ ഉള്ള കണക്ഷന്റെ അകത്തും ഏറ്റവും കൂടുതൽ അരിയർ നിൽക്കുന്ന ഏത് മീറ്റർ റീഡറിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ ഓരോ ഏരിയ കോഡ് ഇൻ ദ സെൻസ് ഒരു പഞ്ചായത്ത് ആവാം, അല്ലെങ്കിൽ ഒരു സ്കീം ആവാം. ഈ സ്കീമിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ അരിയർ നിൽക്കുന്ന ഏത് ഏരിയ കോഡാണ്, ഇങ്ങനെയുള്ള കുറച്ചേറെ പാരാമീറ്റേഴ്സ് നമുക്ക് അനലൈസ് ചെയ്യാനും കൂടി ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന എക്സൽ ഷീറ്റ് കൊണ്ട് നമുക്ക് പറ്റും. അന്നേരം നമ്മുടെ നിലവിലുള്ള ഈ അബാക്കസിലോട്ട് ഞാൻ ലോഗിൻ ചെയ്യുന്നില്ല, പക്ഷെ ഈ അബാക്കസിൽ നിന്നുള്ള ഡേറ്റാസ് ഞാൻ ഇവിടെ ഈ പവർ പോയിന്റ് അകത്ത് കാണിക്കുവാണ്. നിലവിലുള്ള ഈ അബാക്കസിന്റെ അകത്ത് നമുക്ക് മുഴുവൻ കൺസ്യൂമർ നമ്പേഴ്സിന്റെയും ലിസ്റ്റ് കിട്ടുന്ന ഒരു ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അരിയർ ലിസ്റ്റ് ആണ്. ഈ അരിയർ ലിസ്റ്റിന്റെ അകത്ത് നമ്മൾ മിനിമം എത്ര ഡേറ്റ, അതായത് നെഗറ്റീവ് പൈസ അഡ്വാൻസ് അടച്ചിട്ടുള്ള ആളുകൾ കാണും, അതുപോലെ തന്നെ വലിയ കുടിശ്ശികക്കാരും കാണും. ഈ മൊത്തം ആൾക്കാരെയും നമുക്ക് ഒരു ലിസ്റ്റിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ഈ അരിയർ ലിസ്റ്റും മൈനസ് തൊട്ട്, അതായത് -1000-10,000 തൊട്ട് ടോട്ടൽ ഒരു 5 ലക്ഷം, നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ കുടിശ്ശികയുള്ള കൺസ്യൂമർ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് വെച്ച് കൊടുത്ത് ഈ ലിസ്റ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ലിസ്റ്റ് ഈ ഒരു അരിയർ ഷീറ്റിന്റെ അകത്ത് വരും. ഈ ഷീറ്റ് ആണ് ആക്ച്വലി ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ ഈ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഷീറ്റിന്റെ അകത്ത് കുറച്ചേറെ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതിന്റെ അകത്ത് ഈ ഡിസ്കണക്ഷൻ ഡേറ്റ് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഈ ഡിസ്കണക്ഷൻ ഡേറ്റിന്റെ അകത്ത് നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തേക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കൺസ്യൂമർ നമ്പറിൽ കണക്ഷൻസ് എല്ലാം ലൈവ് ആണ്. ഈ ANC 426D എന്ന് പറഞ്ഞ കണക്ഷൻ ലൈവ് ആണ്. ഇതിന്റെ അകത്ത് ഡിസ്കണക്ഷൻ ഡേറ്റ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കൺസ്യൂമർ നമ്പർ ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്നും ഡേറ്റ ഇല്ലാത്ത, അതായത് ലാസ്റ്റ് പേയ്മെന്റ് ഡേറ്റ് ബ്ലാങ്ക് ആയിട്ടും ലാസ്റ്റ് പേയ്മെന്റ് എമൗണ്ട് ബ്ലാങ്ക് ആയിട്ടും വന്നേക്കുന്ന കണക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ കൺസ്യൂമർ നമ്പർ വാട്ടർ അതോറിറ്റിക്ക് ഇന്ന് വരെ ഒരു എമൗണ്ട് പേ ചെയ്തതിന്റെ ഹിസ്റ്ററി അബാക്കസിൽ ഇല്ല. അങ്ങനെ ഒരു അനാലിസിസും കൂടി അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു അരിയർ ഷീറ്റ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂട്ടേ കിട്ടുന്നുള്ളൂ. ഈ കൺസ്യൂമർ നമ്പർ എത്ര വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കിട്ടത്തില്ല.
ഈ കണക്ഷന്റെ അകത്ത് ഏത് മീറ്റർ റീഡറിന്റെ അടിയിലാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ കുറച്ചേറെ കാര്യങ്ങളും കൂടി ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് ഈ ലിസ്റ്റിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആ ഒരു പാരാമീറ്റർ കണക്ക് കൂട്ടിയിട്ടാണ് നമുക്ക് ഈ പാരാമീറ്റേഴ്സിനെ കൂടി ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് BPL ലിസ്റ്റ് എങ്ങനെ കിട്ടുന്നതെന്ന് അറിയാം. റിപ്പോർട്ട്സിന്റെ അകത്ത് സ്പെഷ്യൽ കൺസ്യൂമർ ലിസ്റ്റിന്റെ അകത്ത് BPL കൺസ്യൂമേഴ്സ് കൊടുക്കുമ്പോഴാണ് നമുക്ക് BPL ലിസ്റ്റ് കിട്ടുന്നത്. ഇതിന്റെ അകത്ത് നമ്മളിപ്പം മടത്തറ സെക്ഷന്റെ ഡേറ്റ എടുത്ത് ചെക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിന്റെ അകത്ത് സ്പെഷ്യൽ കൺസ്യൂമർ ലിസ്റ്റ് BPL കൺസ്യൂമേഴ്സ് പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മൊത്തം കൺസ്യൂമേഴ്സിന്റെ എണ്ണം കിട്ടും. ഈ കണക്ഷന്റെ എണ്ണം ആക്ച്വലി 16,000 എന്ന് പറയുന്ന ഒരു സംഖ്യയിലോട്ടാണ് വന്ന് എത്തി നിൽക്കുന്നത്. ഞാൻ അന്നേരം നോക്കി 16,000 കൺസ്യൂമർ നമ്പർ കണക്ഷൻ BPL ആണ് എന്നുള്ള ഒരു കണക്കൂട്ടലായിരുന്നു ഞാൻ നിന്നിരുന്നത്. പക്ഷെ ആക്ച്വലി അത്രയും കണക്ഷൻസ് BPL അല്ലായിരുന്നു. അതിന്റെ അകത്ത് ഈ ലിസ്റ്റ് ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16,944 എന്നൊരു സംഖ്യ വന്നേക്കുന്നത്. ഞാൻ ആദ്യം കരുതിയിരുന്നത് ഈ 16,944 കണക്ഷൻസ് BPL സെക്ഷന്റെ പരിധിയിൽ ഉണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. ആക്ച്വലി അങ്ങനെയല്ല. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ അകത്ത് ഇപ്പൊ YR355D എന്ന് പറയുന്ന കണക്ഷൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരെണ്ണം 2024 ഡേറ്റയും ഒരെണ്ണം 2025 ഡേറ്റയും. അന്നേരം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു കൺസ്യൂമറിന്റെ 2 വർഷത്തെ ഡേറ്റ വരെ ഈ ഒരു ലിസ്റ്റിന്റെ അകത്തുണ്ട്. അതായത് ഈ ലിസ്റ്റിന്റെ അകത്ത് 16,044 വെച്ച് നമുക്ക് ഇത്രയും കണക്ഷൻസ് BPL ആണെന്ന് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല. ഇത് ഇത്രയും പേര് വരെ ഉണ്ട് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഓൾമോസ്റ്റ് ഇത്രയൊക്കെ കാണും എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിന്റെ അകത്ത് എങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫിഗറിലോട്ട് എത്താം എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഓരോ മീറ്റർ റൂട്ട് നമ്പറും ഏതൊക്കെ മീറ്റർ റീഡറാണ് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അബാക്കസിന്റെ അകത്ത് റിപ്പോർട്ടിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ റീഡിംഗ് റൂട്ട് പേസ്റ്റ് റൂട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കണക്ഷൻസും മടത്തറ സെക്ഷന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കണക്ഷൻസും ഏതൊക്കെ റൂട്ടില് ഓരോ റൂട്ട് ഏതൊക്കെ റീഡേഴ്സിനാണ് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളത് കിട്ടും. ഈ ലിസ്റ്റുകളെല്ലാം നമുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു എക്സൽ ഫോർമാറ്റിൽ കീപ്പ് ചെയ്യണം. ഈ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന്റെ എല്ലാം കൂടെ നമുക്ക് റീഡിംഗ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റും കൂടി നമുക്ക് കയ്യിൽ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വലി ഒരു കൺസ്യൂമർ നമ്പറിന് ഏകദേശം എത്ര ഉപഭോഗം ഉണ്ട് എന്നുള്ളത്, അതായത് ഒരു കൺസ്യൂമർ നമ്പർ എത്ര യൂസേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ യൂസേജിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡിംഗ് ഷീറ്റും കൂടി ഡൗൺലോഡ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഷീറ്റ് നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കണക്ഷൻസ് ബില്ല് ചെയ്യപ്പെടുന്നില്ല, എത്ര ഓരോ സ്കീമിലും അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ നമുക്ക് ഏരിയ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ പേരോ ഏതെങ്കിലും ഒരു സ്കീമിന്റെ പേരോ ആവാം. അന്നേരം ഈ ഒരു സ്കീമിന്റെ അകത്ത് മൊത്തം ലൈവായിട്ടുള്ള എത്ര കണക്ഷൻസ് ഉണ്ട്, അത് ഏതൊക്കെ മീറ്റർ റീഡേഴ്സിന്റെ കീഴിലാണ്, അതിനകത്ത് എത്ര BPL ഉണ്ട്, ഇതിന് എത്ര അരിയർ ഉണ്ട് എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഓരോ കാറ്റഗറിയിലും, അതായത് നമുക്കറിയാം ഡൊമസ്റ്റിക്, നോൺ ഡൊമസ്റ്റിക്, സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കാറ്റഗറികളുണ്ട്. ഈ ഓരോ കാറ്റഗറിയിൽ എത്ര കണക്ഷൻസ് ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ സ്കീമിലും ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പൈത്തണിൽ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് ആ പ്രോഗ്രാം നമ്മൾ ഈ ഒരു ലിങ്കിൽ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്തേക്കുവാണ്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് സ്ട്രീംലിറ്റ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ റൺ ചെയ്തേക്കുന്നത്. അന്നേരം ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ അകത്തോട്ടേക്ക് നമുക്ക് ഇത് എങ്ങനെ ലോഡ് ചെയ്ത് ഡാറ്റ എടുക്കാം എന്നുള്ളതാണ് ഇനിയത്തെ ഒരു പോർഷൻ. അന്നേരം അതിന്റെ വെബ്സൈറ്റിന്റെ പേര് kwrevenue.streamlit.app എന്നാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഫോമിലോട്ടായിരിക്കും ആദ്യം വന്ന് എത്തി നിൽക്കുന്നത്. ഈ ഫോമിന്റെ യൂസർ ID പാസ്വേഡ് മേളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഞാൻ ആ യൂസർ ID ഇവിടെ കൊടുക്കുന്നു, പാസ്വേഡും ഇവിടെ മേളിൽ എഴുതിയേക്കുന്നത് കൊടുക്കുന്നു. അന്നേരം ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റിലോട്ടാണ് വന്ന് എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് നമ്മൾ ഈ ഓരോ ഡേറ്റാസും അപ്ലോഡ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊടുക്കണം. അതിന് അപ്ലോഡ് ചെയ്യേണ്ട ഫോർമാറ്റ് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
ഡൗൺലോഡ് അരിയർ ലിസ്റ്റ് ടെംപ്ലേറ്റ്, BPL ടെംപ്ലേറ്റ്, റീഡർ ടെംപ്ലേറ്റ്, അതിനുശേഷം റീഡിംഗ് ഷീറ്റ്. അന്നേരം ഈ അരിയർ ടെംപ്ലേറ്റ് ഞാൻ എല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം. ഇത് എക്സാക്ട്ലി നമ്മുടെ അരിയർ ലിസ്റ്റ്, സെക്ഷൻ വൈസ് അരിയർ ലിസ്റ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഡേറ്റയാണ്. സെക്ഷൻ വൈസ് അരിയർ ലിസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡേറ്റയാണ് ഇവിടെ വരുന്നത്. ഞാൻ ഈ ഹെഡിങ് ആയിട്ട് എടുത്തേക്കുന്നത്. ഇതിന്റെ താഴോട്ട് ഈ ഡേറ്റ ഫുള്ള് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ റീഡിങ്ങിന്റെയും റീഡറിന്റെ റൂട്ടിന്റെയും കൂടെ ഡേറ്റാസ് ഉണ്ട്. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. BPL ലിസ്റ്റിന്റെ ഡേറ്റയാണ് ഈ ഒരു ഫോർമാറ്റിൽ വരുന്നത്. നമുക്ക് നോക്കാം, അബാക്കസിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡേറ്റ ഈ ഒരു ഹെഡറിൽ തന്നെ ആയിരിക്കും വരുന്നത്. അന്നേരം താഴോട്ട് കിടക്കുന്ന ഡേറ്റ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഇവിടെ എന്റെ സെക്ഷന്റെ പരിധിയിലുള്ള 16,947 നമ്മൾ കുറച്ചു മുമ്പേ കണ്ട അത്രയും ഡേറ്റ ഞാൻ ഇതിൻ്റെ അകത്ത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റീഡർ ലിസ്റ്റിന്റെ അകത്ത് നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് വരുന്നത്. റൂട്ട് കോഡ് മീറ്റർ റീഡർ എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് എന്റെ സെക്ഷന്റെ പരിധിയിൽ വന്നേക്കുന്ന ഓരോ റൂട്ട് കോഡും ഏതൊക്കെ മീറ്റർ റീഡേഴ്സിനാണെന്നുള്ളത് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അബാക്കസിന് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ളത് ഞാൻ നേരത്തെ നമ്മുടെ സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്. ആ പോർഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ റൂട്ടും ഏതൊക്കെ മീറ്റർ റീഡേഴ്സിനാണെന്നുള്ളത് കിട്ടും. അന്നേരം എന്റെ സെക്ഷന്റെ പരിധിയിൽ 1002 റൂട്ടുകളുണ്ട്. അതിൽ കുറേയൊക്കെ റൂട്ടുകൾ ബ്ലാങ്കോ ലൈവോ മീറ്റർ റീഡർ ഇല്ലാത്തതോ ഒക്കെ ആയിരിക്കും. പക്ഷെ അവിടെയും ഒക്കെ നമ്മുടെ ലൈവ് ആയിട്ടുള്ള കണക്ഷൻസ് കിടപ്പുണ്ടാവും. അതൊക്കെ ബില്ല് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫുൾ ലിസ്റ്റും അത് ഏതൊക്കെ മീറ്റർ റീഡേഴ്സിനുമാണ് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നുള്ള റൂട്ട് ലിസ്റ്റ് ഇതിന്റെ അകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്, ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് റീഡിംഗ് ഷീറ്റ് ആണ്. ഈ റീഡിംഗ് ഷീറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം, ഓരോ മീറ്റർ റീഡറും സൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ കാണുന്ന 2 ഡേറ്റ, ഒന്ന് ആ ഫുള്ള് ബില്ലുകളും, ഒന്ന് ഈ റീഡിംഗ് ഷീറ്റുമാണ്. ഈ റീഡിംഗ് ഷീറ്റിന്റെ അകത്ത് കുറച്ചധികം ഡേറ്റ ഉണ്ട്. ആ സ്ഥലത്തെ കൺസ്യൂമർ നമ്പർ കാണും, ആ റൂട്ടിലെ കൺസ്യൂമർ നമ്പർ. ഇത് റൂട്ട് വൈസ് ആണ് നമ്മൾ ബില്ല് ജനറേറ്റ് ചെയ്ത് റീഡേഴ്സിന് കൊടുക്കുന്നത്. ആ റൂട്ട് വൈസിലുള്ള കൺസ്യൂമർ നമ്പറുകൾ കാണും, അവിടുത്തെ ഫോൺ നമ്പർ കാണും, മീറ്റർ നമ്പർ കാണും. ഇതിന്റെ അകത്ത് പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് എന്താണെന്നുള്ളത് കിടപ്പുണ്ടാവും, പ്രീവിയസ് റീഡിംഗ് എന്താണെന്ന് കിടപ്പുണ്ടാവും. അന്നേരം ഈ പ്രീവിയസ് റീഡിംഗും കൂടി നമുക്കൊരു എക്സൽ ഷീറ്റിലോട്ട് കൊണ്ടുവരുവാണോ എന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ച ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് പലപ്പോഴും നമ്മുടെ ഓഫീസിൽ ചെയ്യുന്നത് ഒരു മാസം അവസാനം ആകുമ്പോഴത്തേക്ക് ഇതുവരെയുള്ള എല്ലാ റീഡിംഗ് ഷീറ്റുകളും ഈ മാസം ബില്ല് ചെയ്തതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇതൊരു ഫോർമാറ്റിലാക്കി വെക്കും. ഈ ഡൗൺലോഡ് ചെയ്ത ഫയലുകളാണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം ജസ്റ്റ് ഞാൻ ടെംപ്ലേറ്റുകളെല്ലാം കാണിച്ചു. ഇനി ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന എന്റെ ഓഫീസിലെ ഡേറ്റ ഞാനൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാണ്. അരിയർ ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു, BPL ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഇതിൽ പാമൽ ഡിവിഷന്റെ കാര്യം പറയുന്നുണ്ടോ? ആക്ച്വലി ഞാൻ അത് അവസാനം വരാം. കാരണം പാം ഹെൽത്തിന്റെ അകത്ത് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ പോർഷൻ, പാം ഹെൽത്തിന്റെ പോർഷൻ ഞാൻ അവസാനത്തിലോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അതിനുശേഷം റീഡർ ലിസ്റ്റ് ഞാൻ ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ റീഡിംഗ് ഷീറ്റിന്റെ അകത്താണ് എനിക്ക് സംശയമുള്ളത്. കാരണം പാം ഹെൽഡ് മെഷീൻസിന്റെ അകത്ത് റീഡിംഗ് ഷീറ്റ് എങ്ങനെയാണ് ഒരു മാസം അവസാനം അപ്ഡേറ്റ് ആയി പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ സെക്ഷൻ ഓഫീസിൽ അത് നിലവിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ എനിക്ക് എന്ന് വെച്ചാൽ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു കാര്യം ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ പാം ഹെൽഡ് ആയിട്ടുള്ള ഓഫീസുകളിലും റീഡിംഗ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് റൂട്ട് വൈസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ കൊല്ലം ഓഫീസിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ റീഡിംഗ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് അപ്ഡേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അത് 2 മാസത്തെങ്കിലും പാം ഹെൽഡിന്റെ അകത്തു നിന്നുള്ള റീഡിംഗ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാലേ അത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കാര്യം കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ പാം ഹെൽഡ് ഉള്ള ഓഫീസുകളിലും റീഡിംഗ് ഷീറ്റ് റൂട്ട് വൈസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അന്നേരം ഈ ഡൗൺലോഡ് ചെയ്യുന്ന റീഡിംഗ് ഷീറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് അതിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിന്റെ A4 ഫോർമാറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാം. A4 ഫോർമാറ്റിലാണ് എന്നുള്ളത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ A4 ഫോർമാറ്റിൽ കറക്റ്റ് ആയിട്ട് ഈ ഡേറ്റ ഇങ്ങനെ തന്നെ വരും. അതായത് ഇതിന് മുകളിൽ ഇത്രയും ഒരു ഹെഡിങ് കാണും, അതിന്റെ റീഡിംഗ് ഡേ എന്നാണെന്നുള്ളത് കാണും. ഇതിന്റെ താഴെ കൺസ്യൂമർ നമ്പേഴ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് താഴെ റീഡറും മീറ്റർ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഈ താഴത്തെ ലൈനിൽ എത്തി നിൽക്കും. ഇങ്ങനെ തന്നെ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് ഡേറ്റ നമ്മുടെ ആ എക്സൽ ഷീറ്റിൽ വരത്തുള്ളൂ. അന്നേരം
എല്ലാവരും ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് A4 സൈസിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇത് ഫുൾ ഡാറ്റ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു 1 പേജിൽ തന്നെ PDF നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വൺസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു റീഡിംഗ് ഷീറ്റ് എങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഡാറ്റ വരത്തുള്ളൂ. അന്നേരം ഞാൻ ഇതിന്റെ അകത്ത് ഒരു റീഡിംഗ് ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാണ് എന്റെ സെക്ഷൻ ഓഫീസിൽ. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ലിങ്ക് ലൈവ് ആവും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി കൺസോൾഡേറ്റ് ചെയ്തിട്ടുള്ള ഒരൊറ്റ വലിയ ഷീറ്റ് കിട്ടും, ഒരു വലിയ ഷീറ്റ്. ഈ ഷീറ്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ ചെറിയൊരു കാര്യത്തിൽ നിന്നാണ് തുടങ്ങിയതെങ്കിലും ഈ ഷീറ്റിന്റെ ഔട്ട്പുട്ട് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഈ ഷീറ്റിന്റെ അകത്തുനിന്ന് ഒരുപാട് ലെവലിലുള്ള അനാലിസിസിലോട്ട് നമുക്ക് ഈ ഷീറ്റിനെ കൊണ്ടുപോകാൻ പറ്റും. ഇതിന്റെ അകത്ത് നമുക്ക് ഇപ്പം മുകളിൽ കാണുന്നത് ഈ ഷീറ്റിന്റെ ഒരു ഔട്ട്പുട്ടിന്റെ കാര്യമാണ്. ഏതൊക്കെ ഓരോ സെക്ഷന്റെയും കീഴിൽ ഓരോരോ ഏരിയ കോഡിലായിരിക്കും കണക്ഷൻസ് എല്ലാം കിടക്കുന്നത്. എന്റെ സെക്ഷന്റെ കീഴിലുള്ള ഏതൊക്കെ ഏരിയ കോഡ് ആണെന്നുള്ളത് ഡയറക്റ്റ് ഇവിടുന്ന് ഈ ഷീറ്റിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ വരും. അതിന്റെ അകത്ത് ഡൊമസ്റ്റിക് കാറ്റഗറിയിൽ എത്ര കണക്ഷൻസ് ഉണ്ടെന്നുള്ളത് ഇവിടെ വരും. ഇൻഡസ്ട്രിയൽ കാറ്റഗറിയിലുള്ള കണക്ഷൻസ് എണ്ണം ഇവിടെ വരും. നോൺ ഡൊമസ്റ്റിക് എത്രയാണെന്നുള്ളത് ഇവിടെ വരും. സ്പെഷ്യൽ എത്രയാണെന്നുള്ളത് ഇവിടെ വരും. ഇതെല്ലാം പക്ഷേ നമ്മുടെ ടോട്ടൽ ലിസ്റ്റിന്റെ അകത്ത് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും കൂടി ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഇതിന്റെ അകത്ത് ലൈവ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ലൈവായിട്ട് എത്ര കണക്ഷൻസ് ഓരോ ഏരിയ കോഡിൽ ഉണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ എണ്ണം മൊത്തം മാറും. ലൈവ് ആയിട്ടുള്ള കണക്ഷന്റെ എണ്ണം ഈ ഡാറ്റയിൽ അപ്ലോഡ് ആവും. പക്ഷേ എനിക്ക് ടോട്ടൽ ലിസ്റ്റ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ അൺചെക്ക് ചെയ്തിട്ട് ഈ ഡാറ്റ എടുക്കുവാണ്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഈ ഡാറ്റ വൺസ് ഫുൾ റൺ ആയി കഴിയുമ്പോഴത്തേക്ക്, ആക്ച്വലി ഞാൻ ഒരു റീഡിംഗ് ഷീറ്റ് കൊടുത്തത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് വന്നത്. എനിക്ക് തോന്നുന്നു ഓരോ സെക്ഷന്റെ കീഴിൽ ചിലപ്പം 10, 100, 10, 400, 10, 500 റീഡിംഗ് ഷീറ്റുകൾ കാണും. ആ ഓരോ റീഡിംഗ് ഷീറ്റും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ കിട്ടത്തുള്ളൂ. ഈ വൺസ് ഈ ഫുൾ ഡാറ്റ ഇവിടെ പോപ്പപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് മേഴ്സ്ഡ് അരിയർ എക്സൽ ഷീറ്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ലൈവ് ആവും. ആക്ച്വലി ഇത് നേരത്തെ ലൈവ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ എക്സൽ ഷീറ്റ് തന്നെ ഇവിടെ ഡൗൺലോഡ് ആവും. ഈ ഷീറ്റിന്റെ അകത്ത് ഈ ഷീറ്റിന്റെ അകത്ത് ഇത്രയും ഡാറ്റാസ് ഒരുമിച്ച് കയറി വരും. അതിന്റെ അകത്ത് ഇത്രയും ഡാറ്റ നമ്മുടെ അരിയർ ലിസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്ന ഡാറ്റയാണ്. അരിയർ ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഡാറ്റ നോർമലി കിട്ടും. ഇതിനകത്തോട്ടേക്ക് ഇത് ഏത് ഏരിയ കോഡിൽ കിടക്കുന്നതാണെന്നുള്ളത്, അതായത് ഈ ആദ്യത്തെ 3 ലെറ്റർ ആയിരിക്കും മിക്ക സെക്ഷനിൽ ഏരിയ കോഡായിട്ട് വരുന്നത്. ഇത് ഏത് ഏരിയ കോഡിൽ വരുന്നതാണെന്നുള്ളത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ഇത് ഏത് കാറ്റഗറി വരുന്നതാണെന്നുള്ളത്, അതായത് ഈ ഏരിയ കോഡിന്റെ അവസാനം കൺസ്യൂമർ നമ്പറിന്റെ അവസാനം ഒരു കാറ്റഗറി ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഈ കാറ്റഗറി എവിടെയാണെന്നുള്ളത് ഇവിടെ എടുത്തെഴുതും. പിന്നെ ഇത് ഏത് മീറ്റർ റീഡറിന്റെ അണ്ടറിലാണെന്നുള്ളത് ഇവിടെ എടുത്തെഴുതും. ഈ കൺസ്യൂമറിന്റെ ഫൈനൽ റീഡിംഗ് എത്രയാണെന്നുള്ളത് ഇവിടെ എടുത്തെഴുതും. ഇതിപ്പം നമുക്ക് 572D എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ നമ്പറിന്റെ ഈ റീഡിംഗ് ഷീറ്റ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു ഡാറ്റ എടുക്കാം. 1263. ഈ 1263ന്റെ റീഡിംഗ് 7 ഇത് ഈ റീഡിംഗ് ഷീറ്റിൽ നിന്ന് ഫസ്റ്റ് കൺസ്യൂമർ ആണ്. ഇത് നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ റീഡിംഗ് ആണ് ഈ ഷീറ്റിൽ നിന്ന് വന്നേക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കൺഫേം ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇതൊന്ന് കൺഫേം ചെയ്യണം, ക്രോസ് കൺഫേം ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം റീഡിംഗ് ഷീറ്റുകൾ ഒരു മാസം, കാരണം ഇത് ബണ്ടിലായി വരുമ്പോഴത്തേക്ക് നിങ്ങൾ 2 മാസം അടുപ്പിച്ച് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് തെറ്റാനൊക്കെയുള്ള സാധ്യതയുണ്ട്. സൂക്ഷിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് കൺസേൺ ആയിട്ടുള്ള ഔട്ട്പുട്ട് വരത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ റീഡിങ്ങുകളെല്ലാം ഈ ഓരോ ഷീറ്റിൽ നിന്നും കൂടെ കൺസോൾഡേറ്റ് ചെയ്ത് ഒരൊറ്റ ലിസ്റ്റിൽ വന്നു. ഇനി ഈ ലിസ്റ്റിന്റെ അകത്ത് നിന്നുള്ള അനാലിസിസ് ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ. നമുക്കിപ്പോ അറിയാം ഈ ഷീറ്റിന്റെ അകത്ത് ഈ ഓരോ കൺസ്യൂമർ ഏത് മീറ്റർ റീഡറിന്റെ അണ്ടറിലാണ് വരുന്നത്, അവരുടെ ഫൈനൽ റീഡിംഗ് എത്രയാണ്, ഇവരുടെ അരിയർ എത്രയാണ്,
ഇവരുടെ BPL സ്റ്റാറ്റസ് എത്രയാണ്. ഈ BPL സ്റ്റാറ്റസും കൂടി ഇതിന്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ 2 ടാബിന്റെ അകത്ത് BPL സ്റ്റാറ്റസ്, BPL എനേബിൾഡ് അല്ല എന്നുള്ളത് വരുന്നുണ്ട്. ഈ ഡേറ്റാസ് എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റിനെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഞാൻ രണ്ടാമതായിട്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ ഷീറ്റിന്റെ അകത്ത് നമുക്ക് ഒരു റൂട്ടിന്റെ മാത്രമേ ഡേറ്റ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ റൂട്ടിലുള്ള 112 കൺസ്യൂമേഴ്സിന്റെ ഡേറ്റ മാത്രമേ നിലവിൽ ഇതിന്റെ അകത്തുള്ളൂ. പക്ഷെ ഞാൻ സെക്ഷനിലെ മൊത്തം ഒരു ഡേറ്റ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡേറ്റ വെച്ചിട്ട് നമുക്കൊരു അനാലിസിസിലോട്ട് പോവാം. ഇതാണ് സെക്ഷൻ ഓഫീസിൽ കഴിഞ്ഞ മാസത്തെ എന്റെ ഡേറ്റ. കഴിഞ്ഞ മാസത്തെ എന്റെ ഡേറ്റ ഇതാണ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ടോട്ടൽ കൺസ്യൂമർ നമ്പേഴ്സ് 35,288 പേരുടെയും മുഴുവൻ ഡേറ്റയും ഈ ഒരു ഷീറ്റിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഈ ഡേറ്റയ്ക്കകത്ത് നമുക്ക് സാധാരണഗതിയിൽ എങ്ങനെ അനാലിസിസ് ഇച്ചിരി എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ആമുഖം. ഇതിന്റെ അകത്ത് പിവറ്റ് ടേബിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ഉപയോഗിക്കുന്നത്. പിവറ്റ് ടേബിൾ പലർക്കും അറിയായിരിക്കും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ചിലർക്കെങ്കിലും ഈ പിവറ്റ് ടേബിൾ എന്താണെന്ന് അറിവുണ്ടാവില്ല. അന്നേരം ഈ പിവറ്റ് ടേബിളിനെ കുറിച്ചൊരു 2 വാക്ക് പറയണം. പിവറ്റ് ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കണക്ഷന്റെയും എഗൻസ്റ്റ് ആയിട്ട്, ഓരോ കൺസ്യൂമർ നമ്പറിന്റെ എഗൻസ്റ്റ് ആയിട്ട് കുറച്ച് പാരാമീറ്റേഴ്സ് വളരെ കോമൺ ആയിരിക്കും. കാരണം കുറെ കൺസ്യൂമേഴ്സ് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഏരിയ കോഡ്. എനിക്ക് ചിലപ്പം ഒരു ഏരിയ കോഡിന്റെ കീഴിൽ 5000 കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 5000 പേർക്കും ഈ ഒരു പാരാമീറ്റർ സെയിം ആയിരിക്കും. ഇങ്ങനെ നമ്മൾ കാണുന്നത്. സിമിലർലി കാറ്റഗറി എന്ന് പറയുന്ന പാരാമീറ്ററും കുറെ പേർക്ക് സെയിം ആയിരിക്കും. മീറ്റർ റീഡർ എന്ന് പറയുന്ന പാരാമീറ്റർ കുറെ പേർക്ക് സെയിം ആയിരിക്കും. ഇതിനെ മൂന്നിനെ നമ്മൾ ഇൻഡെക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അതായത് ഈ പിവറ്റ് ടേബിളിന്റെ അകത്ത് നമ്മൾ പോകുമ്പോഴേക്കും ചില പാരാമീറ്റേഴ്സിനെ നമ്മൾ ഒന്ന് ഇൻഡെക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡാറ്റയെ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടോട്ടൽ എക്സൽ ഷീറ്റ്. ഇതിന്റെ അകത്ത് പിവറ്റ് ടേബിളിലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സലിന് സ്റ്റാൻഡേർഡ് ആയിട്ട് പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഹോം കഴിഞ്ഞാൽ ഇൻസേർട്ട് ആണ്. ഇൻസേർട്ടിന്റെ അകത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പിവറ്റ് ടേബിൾ എന്നാണ്. ഈ പിവറ്റ് ടേബിളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫുൾ ഡാറ്റ ഇതിന്റെ അകത്ത് പിവറ്റ് ചെയ്യപ്പെടും. അതിനെ ഒരു പുതിയ വർക്ക്ഷീറ്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതൊരു പുതിയ വർക്ക്ഷീറ്റിലോട്ട് നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ ഇങ്ങനെ ഒരു ടാബിലോട്ടായിരിക്കും വന്ന് എത്തി നിൽക്കുന്നത്. ഈ ടാബിന്റെ അകത്ത് നിന്ന് നമുക്ക് എങ്ങനെ അനാലിസിസിലോട്ട് പോകാം എന്നുള്ളതാണ് ഇനിയത്തെ കാര്യം. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, ചില കാര്യങ്ങൾ, ചില പാരാമീറ്റേഴ്സ് വളരെ കോമൺ ആയിരിക്കും എല്ലാ കൺസ്യൂമേഴ്സിനും. ആ സംഭവത്തെയാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുക എന്ന് പറയുന്നത്. ന്യായമായിട്ടും അതിന്റെ ഇൻഡെക്സ് ചെയ്യാൻ പറ്റുന്ന 3 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഏരിയ കോഡ്, ഒന്ന് മീറ്റർ റീഡർ, ഒന്ന് കാറ്റഗറി. ഈ 3 കാര്യങ്ങളും നമുക്ക് ഈ റോയില് കോളം ലേബലിലും റോ ലേബലിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ പിവറ്റ് ടേബിളിന് ഈ 4 പോർഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് ഫിൽറ്റർ ഓപ്ഷൻ ആണ്, ഒന്നൊരു റോ ലേബൽ ആണ്, ഒന്നൊരു കോളം ലേബൽ ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു സമ്മോ അല്ലെങ്കിൽ ഒരു കൗണ്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാല്യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം 1-2 ഭാഗങ്ങളിൽ ഇത് പ്രസന്റ് ചെയ്തപ്പം ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്നാലും ഇത് 1-2 തവണ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ആക്ച്വലി എന്റെ സെക്ഷനിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡിസ്കണക്ട് ചെയ്യപ്പെടാത്ത എത്ര കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അറിയണം. അന്നേരം ഡിസ്കണക്ട് ഡേറ്റ് ഇല്ലാത്ത ഫീൽഡുകളെല്ലാം നമുക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. അത് ഏതൊക്കെ ഏരിയ കോഡിന്റെ അടിയിലാണെന്നുള്ളത് എനിക്കൊന്ന് അറിയണം. ആ ഏരിയ കോഡ് എന്ന് പറയുന്ന പാരാമീറ്റർ ഇൻഡെക്സിനെ ഞാൻ ഈ റോ ലേബലിലോട്ട് കൊണ്ടുവരുന്നു. അന്നേരം കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ എല്ലാ ഏരിയ കോഡും പോപ്പപ്പ് ചെയ്ത് വരും. ഇതിന്റെ അകത്ത് ഇവരുടെ നമ്പർ കൗണ്ട് എനിക്കറിയണം. അന്നേരം കൺസ്യൂമർ നമ്പേഴ്സിന്റെ കൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ കൺസ്യൂമർ നമ്പറിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് ഈ വാല്യൂയിലോട്ട് കൊണ്ടുവരുന്നു. അന്നേരം ടോട്ടൽ കണക്ഷൻസ് എത്രയുണ്ട് എന്നുള്ളത് ഈ 37,288 പേര് ഏതൊക്കെ ഏരിയ കോഡിലുള്ളതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഇതിന്റെ അകത്ത് നമുക്കറിയാം അരിയർ ലിസ്റ്റിന്റെ അകത്ത് ഡിസ്കണക്ഷൻ ഡേറ്റ് ഇല്ലാത്ത കൺസ്യൂമേഴ്സ് ആണ് ലൈവ്. അന്നേരം ഡിസ്കണക്ഷൻ ഡേറ്റ് ഇല്ലാത്ത ബ്ലാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ നമുക്ക് ഒരു പാരാമീറ്റർ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് 28,996 എന്ന് പറയുന്ന കണക്ഷൻസ് ഇത്ര ഏരിയ കോഡിൽ ലൈവായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ആക്ച്വലി ഇതിന്റെ അകത്ത് ഇനി കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് ഇനി പോകുന്നത്.
ഇനി ഇതിന്റെ അകത്ത് എത്ര BPL കൺസ്യൂമേഴ്സ് 2025 എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന്റെ അകത്ത് ഈ BPL എനേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്കൊന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്യാം. ഈ BPLനെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഫിൽറ്ററിന്റെ അകത്തോട്ട് കൊണ്ടുവരുന്നു. ഫിൽറ്ററിന്റെ അകത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം ആ പാരാമീറ്ററിന്റെ അകത്ത് ഓൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ അതിന്റെ എനേബിൾഡ് എന്ന് പറഞ്ഞ BPL എനേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ 2025 എത്ര പേരുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ 7654 ഇത്ര ഏരിയ കോഡിൽ കിടപ്പുണ്ട്. ഇങ്ങനെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇനി പറയാൻ പറ്റും എന്റെ സെക്ഷന്റെ പരിധിയിൽ 7654 BPL കണക്ഷൻസ് ഉണ്ട്. ഇനി ഇതിന്റെ ഒരു ഫേസ് ഒരൊറ്റ പാരാമീറ്റർ. ആക്ച്വലി ഈ ഷീറ്റ് കൊണ്ട് ആദ്യം നമ്മൾ കൊണ്ടുവന്നത് മുഴുവൻ കണക്ഷൻസും ബില്ല് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം അതിന്റെ അകത്ത് ആദ്യം എനിക്ക് തോന്നിയത് ഈ കണക്ഷൻസ് എല്ലാം ഓരോ മീറ്റർ റീഡറിന്റെ അഗൻസ്റ്റ് ആയിട്ട് അസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ഏരിയ കോഡ് മാറ്റിയതിന് ശേഷം മീറ്റർ റീഡർ എന്ന് പറയുന്ന ആളെ ഞാൻ ഈ റോ ലേബലിലോട്ട് കൊണ്ടുവന്നു. ഈ റോ ലേബലിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് BPL വേണ്ട, അതുകൊണ്ട് BPL മാറ്റുവാണ്. കാരണം ഈ BPLന്റെ ഡേറ്റ വെച്ചിട്ടാണ് ഇപ്പം കാണിക്കുന്നത്. ഈ 28,000 കണക്ഷൻസും എനിക്ക് ഓരോ മീറ്റർ റീഡറിന്റെയും കീഴിൽ അസൈൻഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിപ്പം ആ മീറ്റർ റീഡറിന്റെ പേര് സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കറസ്പോണ്ടിങ് ആൾക്കാരുടെ പേര് ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇനി ഇവരുടെ ഈ മീറ്റർ റീഡറിന്റെ പക്കൽ ഓരോ മീറ്റർ റീഡറിന്റെയും അടുത്ത് ഇത്ര കണക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് കിട്ടി. ഇനി ഇതിന്റെ അകത്ത് ഓരോ മീറ്റർ റീഡറിന്റെ എഗൻസ്റ്റ് ആയിട്ടുള്ള അരിയർ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ അകത്ത് നമുക്കറിയാം അരിയർ ഓൾറെഡി നമ്മുടെ അരിയർ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് വരും. ഈ അരിയർ ലിസ്റ്റിന്റെ വാല്യൂ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ വാല്യൂയുടെ ഓപ്ഷൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് ഈ അരിയറിന്റെ സമ്മ് ഓരോ മീറ്റർ റീഡറിന്റെ എഗൻസ്റ്റ് ആയിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ടോട്ടൽ എന്റെ അരിയർ 1,86,00,000 ഇത്ര മീറ്റർ റീഡേഴ്സിന്റെ പക്കലാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഇനി എനിക്ക് അറിയേണ്ടത് ഈ ഓരോ മീറ്റർ റീഡറിന്റെ അകത്ത് ഏത് മീറ്റർ റീഡറിനാണ് ഏറ്റവും കൂടുതൽ ഏത് റൂട്ടിലാണ് ഈ മീറ്റർ റീഡറിന്റെ കീഴിൽ ഏത് റൂട്ടിലാണ് എനിക്ക് ഇത്രയും പ്രശ്നമുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മീറ്റർ റീഡറിന്റെ അടിയിലകത്തോട്ടേക്ക് റൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് മീറ്റർ റീഡറിന്റെ അടിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓരോ റൂട്ടിലും ഓരോ അരിയർ എത്രയാണെന്നുള്ളത് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി ഈ ഡേറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം സെക്ഷൻ ഓഫീസുകളിൽ മീറ്റിംഗ് നടത്തുമ്പോൾ സെക്ഷൻ ഓഫീസിൽ റവന്യൂ മീറ്റിംഗ് നടത്തുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചാൽ വളരെ നല്ല ഒരു ഡേറ്റ കിട്ടും, വളരെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. കാരണം ഓരോ മീറ്റർ റീഡറിന്റെയും ഓരോ റൂട്ടിലുമുള്ള അരിയർ ആണ് ഈ കാണുന്നത്. ഇതിനെ ജസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാർട്ടായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ്. ആ ചാർട്ടാണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ അകത്ത് ഞാൻ മീറ്റർ റീഡറിന്റെ പേര് ഓരോരുത്തരെ വെച്ചിട്ട് ഒന്ന് സെലക്ട് ചെയ്യുവാണ്. അഭിജിത്ത് എന്ന് പറയുന്ന പേര് സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അഭിജിത്തിന്റെ ഈ ഒരു റൂട്ട് വളരെ പ്രശ്നമാണെന്ന് എനിക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റും. 98 എന്ന് പറഞ്ഞ റൂട്ട്. കാരണം അത് ഓൾറെഡി വളരെ എക്സോർബിറ്റന്റ് ആയിട്ടുള്ള ഒരു അരിയർ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഞാൻ അടുത്തത് അജയൻ എന്ന് പറഞ്ഞ ഒരാളെ നോക്കുമ്പോഴത്തേക്ക് അതില് ഒരു മിനിറ്റ് സാർ, അതിൽ അബാക്കസിൽ എങ്ങനെ എടുക്കാൻ പറ്റും മീറ്റർ ഡേസിന്റെ ഒന്നുകൂടെ ക്ലിയർ ചെയ്തു തരും. ഓക്കെ, ആക്ച്വലി അബാക്കസിന്റെ അകത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അബാക്കസിന്റെ അകത്ത് മീറ്റർ റീഡിങ് വന്നേക്കുന്നത് റിപ്പോർട്ടിന്റെ അകത്ത് റീഡിങ്ങിന്റെ അകത്ത് റൂട്ട് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. റൂട്ട് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ റൂട്ട് ഏത് സെക്ഷന്റെ പരിധിയിലുള്ള റൂട്ടുകൾ എവിടേക്കാണെന്നുള്ളത് നമ്മൾ ഈ ഒരു ഷീറ്റിലോട്ട് വരും. ഇതിനകത്ത് മടത്തറ സെക്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്ത് ഷോ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ റൂട്ടും ആർക്കൊക്കെയാണ് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളത് കിട്ടും. ഇതിന്റെ അകത്ത് മടത്തറ സെക്ഷനിലുള്ള മൊത്തം റൂട്ടുകളും കിട്ടും. ആർക്കൊക്കെ അസൈൻ ചെയ്തിട്ടുണ്ടോ, ആർക്കൊക്കെ അസൈൻ ചെയ്തിട്ടില്ലേ, ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അസൈൻ ചെയ്യാത്ത റൂട്ടുകൾ ഉൾപ്പെടെ എല്ലാം വരും. ഈ ഷീറ്റേ നമുക്ക് അതിന്റെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതായിരിക്കും പൂർണ്ണമായിട്ട് നമുക്ക് ഡേറ്റാസ് കിട്ടുന്ന ഷീറ്റ്. ഈ ഷീറ്റിന്റെ അകത്ത് ഈ 2 പാരാമീറ്റർ മാത്രമേ നമ്മൾ അതിന്റെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. ഒന്ന് റീഡറിന്റെ പേരും ഒന്ന് റൂട്ട് കോഡും. റൂട്ട് കോഡും റീഡറിന്റെ പേരും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആ ഫോർമാറ്റിൽ ഇത് കോപ്പി ചെയ്ത് അതിന്റെ പേസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ കയറി വരും. ഇത് ആക്ച്വലി ഇച്ചിരി വളരെ ലെന്തി ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നി. ഇനി ഇതിന്റെ അകത്ത് തന്നെ 1-2 അനാലിസിസ് ഈ ഒരൊറ്റ ഡേറ്റയിൽ നിന്നും കൂടെ നമുക്ക് നടത്താൻ പറ്റും. നമുക്കറിയാം റൂട്ട് വൈസ് ആണ് ബില്ല് ജനറേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓരോ കണക്ഷനിലും റൂട്ട് വൈസ് ആണ് ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്. മിക്ക സമയത്തും ഒരു റൂട്ടിൽ ഒരു 50-100 കണക്ഷൻസ് ഒക്കെ കാണാനുള്ള, ഒരു 50-60 കണക്ഷൻസ് ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പൊ അജയൻ എന്ന് പറയുന്ന കണക്ഷന്റെ ആളിൽ 20 കണക്ഷനേ ഉള്ളൂ. ഇതിന്റെ അകത്ത് അരിയർ ഇല്ല, അരിയർ 0 ആണ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് ബില്ല് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ റൂട്ടിന്റെ അകത്ത് കുറെ കണക്ഷൻസ് ഉണ്ട്, അത് ബില്ല് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരെണ്ണവും കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റി. 760 വരുന്നേക്കുന്ന ഒരു റൂട്ട്. 760 അകത്ത് ഒരു കണക്ഷൻ മാത്രമായിട്ട് ഒരു റൂട്ടിൽ നിൽക്കുന്നു.
അതിന് 853 ഉള്ളൂ. അന്നേരം ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന കണക്ഷനുകൾ, റൂട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓരോ മീറ്റർ റീഡറിന്റെ അടിയിൽ അണ്ടറിൽ വന്നേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു റവന്യൂ മീറ്റിംഗിന്റെ അകത്തോട്ട് നമുക്ക് മീറ്റർ റീഡറിനോട് ചോദിക്കാൻ പറ്റും, 750 എന്ന് പറഞ്ഞ റൂട്ട് ബില്ല് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ, അതിന് എന്തെങ്കിലും കാരണമുണ്ടോ? അന്നേരം ചിലപ്പോൾ മീറ്റർ റീഡർ പോലും അറിയുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു റൂട്ട് എന്റെ അണ്ടറിൽ കിടക്കുവാണെന്നുള്ളത്. പുള്ളി അന്നേരം അപ്പൊ പോയി അത് ചെക്ക് ചെയ്തിട്ട് ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത ഒരു റൂട്ടിലോട്ട്, മറ്റേതെങ്കിലും റൂട്ടിലോട്ട് ഇത് മാറ്റും. ലൈക്ക് വൈസ് ഇങ്ങനെ 2, 3, 10 താഴെയും 20 താഴെയും വന്നേക്കുന്ന എല്ലാ റൂട്ടുകളും നമ്പേഴ്സ് ആണ് ഈ കാണുന്നത്. ഈ നമ്പേഴ്സും വളരെ സസ്പീഷ്യസ് ആണ്. ഈ സസ്പീഷ്യസ് ആയിട്ട് വന്നേക്കുന്ന ഓരോ റൂട്ടിനെയും നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ഇത് ബില്ല് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ ഓരോ റൂട്ടിന്റെ അകത്തും വന്നേക്കുന്ന അരിയേഴ്സും വളരെ എക്സോർബിറ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റീസണും മീറ്റർ റീഡേഴ്സിനോട് നമുക്ക് ചോദിക്കണം. ഇത് നമുക്ക് ഒരു അനാലിസിസ്. ഇനി ഇതിന്റെ അകത്ത് ഞാൻ കണ്ടെത്തിയത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഡേറ്റ എന്ന് പറയുന്നത് ഡിസ്കണക്ഷനിലോട്ട് പോകാൻ നേരം ഞാൻ നോക്കുമ്പം 1000-നും 2000-നും അല്ലെങ്കിൽ ഒരു 1000-നും 3000-നും ഇടയ്ക്ക് ഒരു ഒട്ടനേകം ആൾക്കാർ പൈസ അടയ്ക്കാൻ വാട്ടർ അതോറിറ്റിയിൽ നിൽക്കുന്നു. അന്നേരം ഇതിന്റെ അകത്ത് നിന്ന് എഫക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഒരുപാട് വെള്ളം ഉപയോഗിച്ച ആൾക്കാരെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് എനിക്ക് ഈ ലിസ്റ്റിൽ നിന്ന് കിട്ടത്തില്ല. ഞാൻ 3000-ന് മുകളിലോട്ട് ജസ്റ്റ് ഒരു ലിസ്റ്റ് മടത്തറ സെക്ഷന്റെ എടുക്കുകയാണ്. ഈ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ ഡിസ്കണക്ഷൻ, ഇവരുടെ റീഡിങ് എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പം എനിക്ക് 2445ഓളം ആൾക്കാർ 3000-ന് മുകളിൽ അരിയറുള്ള ആൾക്കാരുണ്ട്. ഇവരെ പക്ഷേ എല്ലാവരെയും ഒറ്റയടിക്ക് ഡിസ്കണക്ട് ചെയ്യാൻ വെച്ചാൽ ഡിസ്കണക്ട് ചെയ്തു പോയവരും ഉണ്ട്. പക്ഷെ വെള്ളം ഉപയോഗിച്ച ആൾക്കാരെ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗം ഇതിന്റെ അകത്ത് നിന്ന് കിട്ടത്തില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഷീറ്റിന്റെ അകത്തോട്ട് ലാസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി നമ്മൾ ആഡ് ചെയ്തത്. ഇങ്ങനെ ആഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഈ ഷീറ്റിന്റെ അകത്ത് നിന്ന് നമുക്ക് ഈ മെയിൻ ഷീറ്റിൽ ഒരു ത്രഷ് ഹോൾഡ് വെച്ചിട്ടുണ്ട്. ത്രഷ് ഹോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസ്യൂമർ 100 റീഡിങ്ങിന് മുകളിൽ പോയിട്ടുണ്ടോ, ടോട്ടൽ റീഡിംഗ് 150 റീഡിങ്ങിന് മുകളിൽ പോയിട്ടുണ്ടോ, 200 റീഡിങ്ങിന് മുകളിൽ പോയിട്ടുണ്ടോ, അതങ്ങനെ ഒരു ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് മീറ്റർ റീഡിംഗ് ഷീറ്റുകൾ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യായമായിട്ടും ഈ ഡേറ്റയ്ക്ക് നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് ഈ ട്രൂ ഓർ ഫോൾസ് കയറി വരും. ഈ ട്രൂ ഓർ ഫോൾസ് വെച്ച് ഞാൻ നോക്കിയപ്പം എനിക്ക് കണ്ടുപിടിച്ച മറ്റൊരു കാര്യം, ഒരുപാട് കണക്ഷൻസിന്റെ അകത്ത് മീറ്റർ റീഡിംഗ് ഉള്ള ഒരുപാട് ആൾക്കാർ പൈസ അടയ്ക്കുന്നില്ല. ഇതിന്റെ അകത്ത് ഇവരുടെ 100 റീഡിങ്ങിന് മുകളിലുള്ള ആൾക്കാരെ ഞാനൊന്ന് ഫിൽട്ടർ ചെയ്തു. അവിടെ യെസ് ഓർ നോ ആണ് കൊടുത്തേക്കുന്നത്. ട്രൂ കൊടുത്തപ്പോഴത്തേക്ക്, ട്രൂ എന്ന് പറഞ്ഞ പാരാമീറ്റർ കൊടുത്തപ്പം എനിക്ക് മനസ്സിലായി എന്റെ സെക്ഷനിൽ 9403 ആൾക്കാർ 100 റീഡിങ്ങിന് മുകളിൽ ടോട്ടൽ കൺസംഷൻ ഉണ്ട് ഇവർക്ക്. ഇതിന്റെ അകത്ത് ലാസ്റ്റ് പേയ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ അരിയർ ലിസ്റ്റിന്റെ അകത്ത്. ഈ ലാസ്റ്റ് പേയ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ എടുത്ത് പാരാമീറ്റർ ആയിട്ട് കൊടുത്തപ്പം ഇതിന്റെ അകത്ത് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ആൾക്കാർ നോക്കിയപ്പോഴത്തേക്ക് 100 യൂണിറ്റിന് മുകളിൽ ടോട്ടൽ കണക്ഷൻ ഉള്ളവരും എന്നാൽ ഇന്ന് വരെ വാട്ടർ അതോറിറ്റിക്ക് പൈസ അടച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള 341 പേരുണ്ട്. ഇനി ഈ ആൾക്കാർ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതിനകത്ത് ഒരു ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് മൊത്തത്തിലൊരു ഷീറ്റ് ആയിട്ട് വരും. ഈ ഷീറ്റിന്റെ അകത്ത് നിന്ന് ഇത് ഏത് ഏരിയ കോഡിന്റെ അകത്ത് ഏത് മീറ്റർ റീഡറിന്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് എനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു. ആക്ച്വലി ഞാൻ ഇത് കഴിഞ്ഞ മാസമാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്തു തീർത്തത്. അന്നേരം ഒരു മീറ്റർ റീഡറിന്റെ, ഞാനിത് ഏരിയ കോഡിന് അഗൻസ്റ്റ് ആയിട്ട് മാറ്റിയിട്ട് മീറ്റർ റീഡർ എന്നുള്ള പാരാമീറ്റർ ഇവിടെ കൊടുക്കുവാണ്. ഒരു മീറ്റർ റീഡറിന് എഗൻസ്റ്റ് ആയിട്ട് പർട്ടിക്കുലർ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പ്രജിത എന്ന് പറഞ്ഞ ഒരു മീറ്റർ റീഡറിന് എഗൻസ്റ്റ് ആയിട്ട് വളരെ കൂടിയ ഒരു സംഖ്യ എനിക്ക് തോന്നി. കാരണം ഇതിന്റെ അകത്ത് പഞ്ചായത്തുകളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അന്നേരം ഞാൻ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പം ഈ മീറ്റർ റീഡറിനോട് ഞാൻ എന്നിട്ട് അവസാനം ഇത് ചോദിക്കേണ്ടി വന്നു. കാരണം 100 റീഡിങ്ങിന് മുകളിലുള്ള ഇത്രയും കൺസ്യൂമേഴ്സ് ആ മീറ്റർ റീഡറിന്റെ കീഴിലുണ്ട്. 329 യൂണിറ്റ് എടുത്തേക്കുന്ന ഒരു കൺസ്യൂമറും ഉണ്ട്. ഇവർ എന്തുകൊണ്ട് പൈസ അടയ്ക്കുന്നില്ല? ഇത് ഞാൻ റവന്യൂ മീറ്റിംഗിൽ ഞാൻ ഉന്നയിച്ചു. അന്നേരം പല ആൾക്കാർക്കും ഈ കണക്ഷൻ ഫ്രീ ആയിട്ട്, വെള്ളം ഫ്രീ ആയിട്ട് വേണം. ഇവരാരും പൈസ അടയ്ക്കാൻ വില്ലിങ് ഉള്ളവരല്ല. അങ്ങനെ ഫോക്കസ് ചെയ്തപ്പോൾ ഈ പർട്ടിക്കുലർ ആൾക്കാരെ, ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരെ വിളിച്ച് കട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ആക്ച്വലി റവന്യൂവിൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഇവരിൽ പലരും റീകണക്ഷന് വേണ്ടിയിട്ട് വരുന്നുണ്ട്.
ഇനി ഇത് ഈ ഫുൾ ഷീറ്റിന്റെ ഞാൻ ഒരു 1-2 പാരാമീറ്റേഴ്സ് മാത്രമേ ഇവിടെ ചെക്ക് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ അകത്ത് ഒട്ടനേകം പാരാമീറ്റേഴ്സ് ഇങ്ങനെ പിവറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. BPL 2024 എത്ര പേരുണ്ട്, 2025 എത്ര പേരുണ്ട്, ജസ്റ്റ് അതൊന്ന് കാണിക്കാം. 2024 BPL ഉപഭോക്താക്കൾ ഫിൽട്ടർ ചെയ്തിട്ട് കൺസ്യൂമർ നമ്പറിന്റെ എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ 2025 BPL എനേബിൾ ചെയ്തേക്കുന്നത് 7847. 2024 BPL 2 വർഷം BPL എനേബിൾ ചെയ്ത ആൾക്കാർ 6442. ഈ 2024 മാത്രം BPL എനേബിൾ ചെയ്ത ആൾക്കാർ എടുത്തു വെച്ച് നോക്കുമ്പോഴത്തേക്ക് 9097. ഇങ്ങനെ ഒട്ടനേകം ഡാറ്റ ഈ ഒരൊറ്റ ഷീറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് ഒരു പടിയും കൂടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ റവന്യൂവിന്റെ പിരിവിലോട്ട്, അതായത് നമുക്ക് ഡിസ്കണക്ഷനിലോട്ടോ മറ്റെന്തെങ്കിലും നടപടിയിലോട്ട് പോകുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഈ ഫുൾ പ്രോജക്റ്റിന്റെ ഞാൻ ചെയ്ത മൊത്തം വർക്കിന്റെ ഒരു പാർട്ട് മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഏകദേശം 1 മണിക്കൂറായി. ഒരു പാർട്ട് മാത്രമാണ്. ഇതിന്റെ അകത്ത് 2 മാസത്തെ റീഡിങ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസേജ് കണ്ടുപിടിക്കാൻ പറ്റും. അത് മറ്റൊരു സെക്ഷനിലേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്രയും ഡീറ്റെയിൽസ് വെച്ച് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഈ ഡേറ്റ വെച്ചിട്ട് സെക്ഷൻ തലത്തിൽ റവന്യൂ മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ വളരെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് 1-2 മാസം തന്നെ എടുത്തു നോക്കിയപ്പം വലിയ രീതിയിലുള്ള വ്യത്യാസം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ നോക്കിയപ്പം 1 മീറ്റർ ഓരോ മീറ്റർ റീഡറിന്റെ കീഴിൽ ഇത്രയും കണക്ഷൻസ് ഉണ്ട്. ഈ ഓരോ റീഡിങ്സും നമുക്ക് ചിലർക്ക് എല്ലാ റൂട്ടുകളിലും എല്ലാ സമയത്ത് ബില്ല് ജനറേറ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം ഇത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ പർട്ടിക്കുലർ റൂട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഡേറ്റ കിട്ടും. അന്നേരം ഇത് അവസാനമായിട്ട് ഇതിന്റെ റീഡിംഗ് ഡേറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു റീഡിംഗ് ഡേറ്റ് നമുക്ക് റീഡിംഗ് ഷീറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ റീഡിംഗ് ഷീറ്റിന്റെ അകത്തുനിന്ന് ഈ പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് വന്നേക്കുന്നത് 1 വർഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോ കുഴപ്പമുണ്ട്. ഇത് മറ്റൊരു അനാലിസിസ് ആണ് ഇതിന്റെ അകത്ത്. ഈ റീഡിംഗ് ഷീറ്റിന്റെ ഫൈനൽ റീഡിംഗ് ഷീറ്റിന്റെ പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് ഏത് വർഷമാണ് ഏത് മാസമാണ് എന്നുള്ളത് അവസാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏത് വർഷം ഏത് മാസമാണെന്നുള്ളത് ഞാൻ അന്നേരം നോക്കിയപ്പം ഇതിന്റെ അകത്ത് മറ്റൊരു അനാലിസിസ് എന്ന് പറയുന്നത് 2025 ഒരു റീഡിംഗ് പോലും അറിയാത്ത കുറച്ച് കണക്ഷൻസ് ഉണ്ട്. ഇതിന്റെ അകത്ത് 100 യൂണിറ്റിന് മുകളിൽ ടോട്ടൽ കൺസംഷൻ ഉള്ള ആൾക്കാരുടെ എണ്ണം ഞാൻ നോക്കിയപ്പം 366 പേര് ഈ പല റൂട്ടുകളിലായിട്ട് കിടപ്പുണ്ട്, ഈ പല മീറ്റർ റീഡിങ്ങിന്റെ അകത്ത് കിടപ്പുണ്ട്. ഇതിലെല്ലാമൊക്കെ കുറെയൊക്കെ എങ്കിലും സസ്പീഷ്യസ് ആണ്. സസ്പീഷ്യസ് ഇൻ ദ സെൻസ് നമുക്ക് ഇതിന്റെ ഈ ഷീറ്റിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കണക്ഷൻസ് 100 യൂണിറ്റിന് മുകളിൽ ടോട്ടൽ കൺസംഷനും, എന്നാൽ 2025 ഞാൻ ഇതിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്തേക്കുവാണ്. 2025 1 യൂണിറ്റ് പോലും എടുക്കാത്തവരുമാണ്. അന്നേരം ഒന്നല്ലെങ്കിൽ ഈ റീഡിങ് ഈ മീറ്റർ റീഡർ കാണുന്നില്ല, കൺസ്യൂമറിനെ മീറ്റർ റീഡർ കണ്ടെത്തിയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ റീഡിങ് ഫോൾട്ടിയാണ്. ഇങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങൾ ഭാവിയിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. കാരണം പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു മീറ്റർ റീഡർ ഈ കണക്ഷൻ വളരെ ഉപഭോഗമുള്ള ഒരു കണക്ഷൻ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1, 2, 3 മാസം കഴിയുമ്പോഴത്തേക്ക് വലിയൊരു എക്സോർബിറ്റന്റ് ബില്ലുമായിട്ട് അവിടെ ചെല്ലും. കാരണം ഓൾറെഡി അയാൾക്ക് ടോട്ടൽ റീഡിങ് 100 മുകളിലുണ്ട്, അതായത് നല്ല ഉപഭോഗമുള്ള ഒരു കണക്ഷൻ ആണ്. അന്നേരം ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങളും കൂടി ഇതിന്റെ അകത്ത് അനാലിസിസ് നടത്താൻ പറ്റും. ആക്ച്വലി ഒട്ടനേകം കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് ഈ ഒരു പാരാമീറ്റർ കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് നമ്മുടെ കറണ്ട് ഇയർ അല്ല എന്നുണ്ടെങ്കിൽ ആ കണക്ഷൻസ് ഏതൊക്കെയാണ് അതിന്റെ ത്രെഷോൾഡ്, ഒരു ത്രെഷോൾഡ് 100 ചിലപ്പം സെക്ഷൻ, എനിക്ക് തോന്നുന്നു മടത്തറ പോലെ ഒരു സെക്ഷനിലൊക്കെയാണ് 100 എന്ന് പറയുന്നത്. ചിലപ്പം കൊല്ലത്തൊക്കെ ഏതെങ്കിലും ഒരു സെക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ അത് 750, 500, 300 ഒക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ അതായത് സെക്ഷന്റെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഈ കണക്ഷൻസ് ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കിട്ടും. ഈ ഓരോ കണക്ഷൻസും
എന്റെ സ്റ്റാറ്റസ് മീറ്റർ റീഡറിന്റെ റവന്യൂ സെക്ഷനിലുള്ള മീറ്റിങ്ങുകൾ നടത്തുമ്പോഴത്തേക്ക് ചോദിക്കണം 2022 ശേഷം എന്തുകൊണ്ട് ഈ കണക്ഷനിൽ റീഡിംഗ് മറിയുന്നില്ല. ഫോൾട്ടി ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് ഫോൾട്ടി മാർക്ക് ചെയ്യുക, അവരെ കൊണ്ട് മീറ്റർ മാറ്റി വെപ്പിക്കുക. കാരണം ഈ കണക്ഷൻസിൽ വലിയ രീതിയിലുള്ള വരുമാന നഷ്ടം വാട്ടർ അതോറിറ്റിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതും ഞാൻ പറഞ്ഞല്ലോ എന്റെ സെക്ഷനിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് കണ്ടെത്താനുള്ള ഒരു വഴി എനിക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. അന്നേരം ഈ ഒരു വഴി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഞാൻ അറേഞ്ച് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. BPL റവന്യൂ മോണിറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പഞ്ചായത്തിന്റെ പരിധിയിൽ നമുക്ക് എത്ര കണക്ഷൻസ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. BPL ഡീറ്റെയിൽസ് ഓരോ പഞ്ചായത്ത് വൈസ് ഏരിയ വൈസ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അരിയറും ഇപ്പൊ പറയുന്ന പോലെ മീറ്റർ റീഡറിന്റെ അടിസ്ഥാനത്തിലും റൂട്ടിന്റെ അടിസ്ഥാനത്തിലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതും കൂടി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കണം. നമുക്കിപ്പോ ഓരോ സെക്ഷന്റെ കീഴിൽ എത്ര കണക്ഷൻസ് ലൈവ് ആയിട്ടുണ്ട്, ഏത് കാറ്റഗറി ലൈവ് ആയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മീറ്റർ റീഡർ മാറ്റി ഏരിയ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് റോ ലേബലിൽ വെക്കുക. കാറ്റഗറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കോളം ലേബലിൽ വെക്കുക. അന്നേരം ഈ ഓരോ കണക്ഷൻസ് ഏതൊക്കെ ഏരിയ കോഡിൽ എത്രയൊക്കെ കണക്ഷൻസ് ലൈവ് ആയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് കിട്ടും. ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചേറെ കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തു. കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നി. അതൊക്കെ കുറെയൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് തുടർന്നുള്ള ഒരു സമയത്ത് വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇനി ഈ ഷീറ്റിന്റെ അകത്ത് ഒരു കാര്യവും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. പ്രീവിയസ് റീഡിംഗ്, ഫൈനൽ റീഡിംഗ്. ഈ 2 മാസത്തെ റീഡിംഗ് നമുക്ക് ഒരു സെക്ഷനിൽ ജനറേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ യൂസേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വൺസ് ഇത് യൂസേജ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സെക്ഷനിലാണ് അല്ലെങ്കിൽ ഏത് ഏരിയ കോഡിലാണ് ഇത് കൂടുതൽ യൂസേജ് വന്നേക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് മടത്തറ സെക്ഷന്റെ ഒരു ഷീറ്റ് 2 മാസത്തെ ഡേറ്റ വെച്ചിട്ട് ഒരു ഷീറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡേറ്റ ഷീറ്റ് ആണിത്. ഇത് 2 മാസത്തെ ഡേറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആക്ച്വലി ഇപ്പൊ നിലവിലുള്ള ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അത് ഇനി ഒരു അവസരം തരുവാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഈ വെബ്സൈറ്റിനെ ഒന്നുകൂടി വിപുലപ്പെടുത്തണം. അങ്ങനെ വിപുലപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ റൂട്ടുകളാണ്, ഏതൊക്കെ കൺസ്യൂമറിന് എത്രയൊക്കെ യൂസേജ് ഉണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ അകത്തും ഒരു കേസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസേജ് ഏതൊക്കെ ഏരിയ കോഡിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ആക്ച്വലി നമ്മുടെ PIC. നമുക്ക് അബാക്കസിൽ നിന്ന് കിട്ടുന്ന PIC ഇത് തന്നെയാണ്. ഈ ഡേറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ കാറ്റഗറി വൈസസിലുള്ള ഇത് അബാക്കസിൽ നിന്നുള്ള നമുക്ക് ഡേറ്റയാണ്. ആക്ച്വലി അബാക്കസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന DCBയിൽ കാണിക്കുന്ന വാട്ടർ ചാർജ് ആണിത്. ഈ വാട്ടർ ചാർജ് നമുക്ക് പാരലലി ഇങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇവിടെ വാട്ടർ ചാർജ് ഒരു യൂസേജ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ യൂസേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വാട്ടർ ചാർജ് കാൽക്കുലേറ്റ് ചെയ്ത് ഇത് ബില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൂടി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഡേറ്റ നമുക്ക് പോപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അന്നേരം ഇതിന്റെ അകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊട്ടാരക്കര ഡിവിഷനെ കുറിച്ച് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവിഷനിൽ ആക്ച്വലി ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും കുറവ് ഡിമാൻഡ് കളക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്. നമ്മളിത് ഡീപ്പായിട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇതാണ് മടത്തറ സെക്ഷന്റെ ഡിമാൻഡ്. ഈ കാണുന്നതാണ് മടത്തറ സെക്ഷന്റെ ഡിമാൻഡ്. ഈ ഡിമാൻഡിന്റെ അകത്ത് BPL ആൾക്കാരെ ഒഴിവാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 23 ലക്ഷം രൂപയേ ഉള്ളൂ. കുറച്ചു മുമ്പേ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് ഹെഡ് ഓഫീസിലുള്ള RMCയിലൊന്നും അംഗീകരിക്കുന്നില്ല. നമുക്ക് ഈ ഒരു ഫിഗർ തന്നെ ഈ ടോട്ടൽ 30 ലക്ഷം തന്നെ നമ്മൾ പിരിക്കാനുണ്ട് എന്നുള്ള ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഇത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ DCBയുടെ ഒരു ഓപ്ഷൻ DCB നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് DCB ഡേറ്റാസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈ DCB ഡേറ്റാസ് നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് വെച്ച് നോക്കുമ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാട്ടർ ചാർജിന്റെ എമൗണ്ടിന്റെ അകത്ത് ഈ എമൗണ്ട് തന്നെ കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ എമൗണ്ട് ആക്ച്വലി ഇതിന്റെ അകത്ത് BPL ഡേറ്റ ഇൻക്ലൂഡഡ് ആണെന്നുള്ളത്
മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് RMCയിൽ അങ്ങോട്ട് അംഗീകരിച്ചിട്ടില്ല. എനിവേ ഇത്രയും ഡേറ്റാസ് ഇത് ഈ പ്രോഗ്രാമിനെ നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ കൺസ്യൂമറിന് അഗൻസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ, ഏതൊക്കെ മീറ്റർ റീഡറിന് അഗൻസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ വാട്ടർ ചാർജ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഡേറ്റാസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാമിനെ കുറച്ചും കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഫസ്റ്റിലത്തെ ഷീറ്റിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് ഷീറ്റ് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ അബാക്കസിൽ ഇത്രയും സാധ്യതകൾ ഉണ്ട് എന്ന് അറിഞ്ഞത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഇതിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഇത്ര നാളും ഫീൽ ചെയ്തേക്കണം. ഇതിൽ ഇത്രയും സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നതിന് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. അപ്പോൾ ഇനി ഇതില് സംശയങ്ങൾ ചോദിക്കാനുള്ള ആൾക്കാർക്ക് സംശയങ്ങൾ ചോദിക്കാം, ഹാൻഡ് റൈസ് ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം. ക്ലാഷ് വരാതിരിക്കുക. അറ്റ് എ ടൈം ഒരാള്. ഇപ്പോ രഞ്ജു സഖാവ് കൈ ഉയർത്തിയിട്ടുണ്ട്. രഞ്ജു സാറിനെ ക്ഷണിക്കുകയാണ്. ഞാനിപ്പോ ഏറ്റവും അവസാനം പറഞ്ഞ പോയിന്റിലാണ് ഞാനിപ്പോ ചോദിക്കുന്ന കാര്യം. നമ്മളിപ്പോ അരിയസ് ലിസ്റ്റ് എടുത്തു. ആക്ച്വലി അരിയസ് ലിസ്റ്റ് എടുക്കുമ്പോൾ RMC കഴിഞ്ഞ ദിവസം വാല്യൂതയിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ഏവയാണ്. അപ്പോ വാല്യൂറ്റ് ഇപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ആ വാല്യൂറ്റിനെ സംബന്ധിച്ച് BPL സംബന്ധിച്ചൊരു തർക്കം ഉണ്ടായി. അതിനുശേഷം ഞാൻ അവിടുത്തെ RO വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ AO എന്നോട് സംസാരിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അബാക്കസ് ടീമുമായിട്ട് സംസാരിച്ചു. ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ ഡിമാൻഡ് എടുത്തു. ഞാനിത് തർക്കിക്കാൻ വേണ്ടിയല്ല, എനിക്കും സംശയം തീർക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഡിമാൻഡ് എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡിമാൻഡ് റേസ് ചെയ്യുമ്പോൾ അവിടെ ഒരു BPL ഡിമാൻഡ് വരുന്നുണ്ട്, അതോടൊപ്പം BPL ഒരു ഡിമാൻഡ് കുറയുന്നുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ നടത്തും. പറയട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ എന്റെ പോയിന്റിലേക്ക് എനിക്ക് എന്റെ സംശയം കൂടി ഞാൻ വീണ്ടും ചോദിക്കുന്നതാണ്, അല്ലാതെ വേറൊന്നും അല്ല. എനിക്ക് എന്താ പറഞ്ഞാൽ, എനിക്കും ഇത് ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്നത്. ഈ സംശയം ഞാൻ ആറായിരുന്നപ്പോഴും എന്റെ ഒരു സംശയമായി വന്നതാണ്. അതിനുശേഷം ഒരു എന്താ പറയാ അബാക്കസ് ടീം എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത് എനിക്കൊരു ജസ്റ്റിഫിക്കേഷൻ വന്നുകൊണ്ട് മാത്രം ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ള കാര്യം എനിക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മളൊരു ഡിമാൻഡ് ഇപ്പൊ എടുക്കും, നമ്മളിപ്പോ ഈ ലിസ്റ്റ് എടുത്തപ്പോൾ ഡിമാൻഡ് എടുക്കും. ഈ അരിയർ ലിസ്റ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അരിയർ ലിസ്റ്റിൽ ഒരു മിനിമം ചാർജ് 148 രൂപയാണ് വരുന്നതെങ്കിൽ കഴിഞ്ഞ മാസത്തെ അതേ BPL എമൗണ്ട് മൈനസ് ആയിട്ട് ഫിഗർ വരാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ ലിസ്റ്റ് എടുക്കുമ്പോൾ 148 സീറോ ആയി പോവാം. അപ്പോൾ ആ ഒരു പോർഷനിലേക്ക് വീണ്ടും ഈ പറഞ്ഞ BPL ഫിഗറും കൂടെ ഇടുമ്പോൾ അത് ഇപ്പോ അത്രയും അത് നമ്മൾ എന്താ പറയാ അത്രയും ഇല്ല എന്ന് പറയുന്നതിനോട് എനിക്കൊരു ഇതൊരു അൺസർട്ടനിറ്റി അതിനകത്ത് തോന്നുന്നുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇപ്പൊ ഇത് നോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ഇതായിട്ട് തോന്നുന്നത്. ആക്ച്വലി എനിക്ക് എന്റെ ഈ ആർക്കെങ്കിലും എന്നെ സഹായിക്കാമോ? DCB എങ്ങനെയാ ജനറേറ്റ് എടുക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാമോ? അല്ല, DCB നമുക്ക് അല്ല, ഇതിനകത്ത് DCBയുടെ പോർഷൻ വിടുക. നമുക്ക് DCBയുടെ പോർഷനില്ല. അല്ല, ഞാൻ DCBയുടെ പോർഷൻ ഞാനത് കൃത്യമായിട്ട് എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഈ DCB എങ്ങനെ പോർഷൻ. അല്ല, DCBക്കകത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ DCBക്കകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹോളായിട്ട് എടുത്തതിന് ശേഷം അവര് വാട്ടർ ചാർജിൽ ഇപ്പൊ BPL എടുക്കുക, BPL കുറവ് വരുത്തുന്നത് നമ്മളെ മന്ത്ലി ഡിമാൻഡ് ഇപ്പൊ എടുക്കുന്ന ഡിമാൻഡ് ഉണ്ടല്ലോ, ഈ ഡിമാൻഡില് പ്രത്യേക ഒരു പോർഷൻ ആയിട്ട് BPL കുറയ്ക്കുന്നത് കാണിക്കുന്നില്ല. പകരം അതിനകത്ത് സ്പേസ് കുറവായതുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്പേസ് കുറവായത് കൊണ്ട് വാട്ടർ ചാർജ് എന്ന പോർഷൻ ഉണ്ടാവും. ആ പോർഷനില് അത്രയും ഫിഗർ കുറച്ച് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും അത് OBയിലോ CBയിലോ റിഫ്ലക്ട് ചെയ്യത്തില്ല. കാര്യം കറണ്ട് മന്തില് ഞാൻ നേരത്തെ പറഞ്ഞ വെർഷനില് കുറയുന്നുണ്ടോന്നും എനിക്ക് തോന്നുന്നതുകൊണ്ട് അവിടെ ആ പോർഷനിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാര്യം അവിടെ ഒരു പോർഷൻ ഇട്ടിരുന്നാൽ ചിലപ്പോ നെഗറ്റീവ് ഫിഗർ വന്നാലും ഈ പോർഷൻ ക്ലിയർ ആവും DCB. ഓക്കെ, ഞാൻ എന്റെ DCB എനിക്ക് DCBയിലോട്ട് എത്താൻ ആരെങ്കിലും എന്നെ സഹായിക്കുമോ? DCB എങ്ങനെയാണ് ഇതിന്റെ അകത്ത് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞുതരാമോ? DCB എടുക്കുന്ന റിപ്പോർട്ട്സിനകത്ത് പോയാൽ റിപ്പോർട്ട്സിന്റെ അകത്ത് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു. സിമ്പിൾ DCB. കോഴ്സിൽ DCB സിമ്പിൾ DCB 9 മാസത്തെ കൊടുത്താൽ അത് കിട്ടും. ഒരു 10 ജനറേറ്റ് ആകത്തുണ്ട്. 9.25 കൊടുത്താൽ കിട്ടും. സിമ്പിൾ DCB റിപ്പോർട്ടാണ്. ഞാൻ മടത്തറ സെക്ഷന്റെ കഴിഞ്ഞ മാസം സിമ്പിൾ DCB റിപ്പോർട്ടിന് എടുക്കാം.
ഒക്ടോബറിലെ അല്ല, ഞാനിത് സെപ്റ്റംബർ മാസത്തെയാണ് ആക്ച്വലി ഇത് ചെയ്തേക്കുന്നത്. 9 സെക്ഷൻ 9 ആക്ച്വലി ഞാൻ 9 എടുക്കാൻ പറ്റും. അല്ല 9 എടുക്കാൻ പറ്റത്തുള്ളൂ, 10 ആയിട്ടില്ല. ഓക്കെ, പ്രൊസീഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് മടത്തറ സെക്ഷന്റെ DCB. മടത്തറ സെക്ഷന്റെ DCBക്കകത്ത് വാട്ടർ ചാർജ് ഇനത്തിൽ മാത്രം 31 ലക്ഷം രൂപ വരുന്നുണ്ട്. DCBക്കകത്ത് ആക്ച്വലി 4 പാരാമീറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്: വാട്ടർ ചാർജ്, സർവീസ് ചാർജ്, മീറ്റർ റെന്റ്, സർചാർജ്, ഫൈൻ. ഈ 4 പാരാമീറ്റേഴ്സ് നമുക്ക് അങ്ങ് മാറ്റി നിർത്താം. വാട്ടർ ചാർജ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഈ വാട്ടർ ചാർജ് ഞാൻ ഇവിടുന്ന് ഈ ഷീറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് 30 ലക്ഷം രൂപയാണ് ഇതിന്റെ അകത്ത് കൃത്യമായിട്ട് വന്നേക്കുന്നത്. ഇതേ ഡേറ്റ തന്നെയാണ് ആക്ച്വലി ഇവിടെ കാണുന്നത്. ഈ 31 ലക്ഷം, ഈ 1 ലക്ഷം രൂപയുടെ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മീറ്റർ റീഡിങ് സെയിം ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വാട്ടർ അതോറിറ്റിക്കകത്താണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് കൺസംഷൻ ഹിസ്റ്ററി വെച്ചിട്ട് വാട്ടർ ചാർജ് എടുക്കാം. പക്ഷെ ഞാൻ ഈ സിസ്റ്റം അനുസരിച്ച്, നമ്മുടെ ഡേറ്റ അനുസരിച്ച്, ഞാൻ ഈ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഡേറ്റ അനുസരിച്ച് നമ്മുടെ പ്രീവിയസ് കൺസംഷൻ 0 ആണെന്നുണ്ടെങ്കിൽ വാട്ടർ ചാർജ് 144 വരത്തുള്ളൂ. പക്ഷേ അബാക്കസിന്റെ അകത്ത് പ്രീവിയസ് കൺസംഷൻ ഹിസ്റ്ററി നോക്കും, അത് മിനിമം ചാർജ് അല്ല എന്നുണ്ടെങ്കിൽ ആ ചാർജ് ഇവിടെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ടോട്ടൽ സം ഒരിക്കലും നമ്മൾ എടുത്തു കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് സംഖ്യയിൽ എത്തത്തില്ല. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി കുറവേ വരത്തുള്ളൂ. അബാക്കസിൽ എപ്പോഴും കൂടുതലായിരിക്കും വരുന്നത്. അബാക്കസിലെ ഡേറ്റയും എന്റെ ഡേറ്റയും അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. വാട്ടർ ചാർജ് ഇവിടെ 31 ലക്ഷം രൂപ വന്നു, എനിക്ക് എടുത്ത് നോക്കിയപ്പോൾ 30 ലക്ഷത്തിൽ ചില്ലറ വന്നു. അപ്രോക്സിമേറ്റ്ലി, കാരണം ഞാൻ ബില്ല് ചെയ്ത കൺസ്യൂമേഴ്സ് എല്ലാം എടുത്തു വെച്ച് അതിന്റെ അകത്തുനിന്ന് മാത്രം ടാബുലേറ്റ് ചെയ്തെടുത്തൊരു ഡേറ്റയായിട്ട്. അന്നേരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിന്റെ അകത്ത് BPL ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യുവാണ് എങ്കിൽ 23,24,000 രൂപയേ ഉള്ളൂ. ഇനി ഈ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ 6.5 ലക്ഷം രൂപയോളമാണ് ഈ ഇവിടെ നമുക്ക് BPL ഇനത്തിൽ കുറയേണ്ടത്. ഇവിടെ ആക്ച്വലി കഴിഞ്ഞ മാസം കുറഞ്ഞേക്കുന്നത് ഈ ചേഞ്ച് ഇൻ ഡിമാൻഡ് 11 ലക്ഷം രൂപയാണ്. ഈ 11 ലക്ഷം രൂപ ആക്ച്വലി വെയിറ്റ് ചെയ്തതാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഓഫീസിൽ അത് വേറെയാണ്, അത് വേറെ വേവിംഗ് ആണ്. അത് BPL വേവിംഗ് അല്ല. BPL വേവിംഗ് അല്ല. ഈ ചേഞ്ച് ഇൻ ഡിമാൻഡ് അല്ല, BPL വേവിംഗ് അല്ല. BPL വേവിംഗ് അല്ല. ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ. ഇപ്പൊ ഞാനൊന്ന് ആഡ് ചെയ്തു. ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് നോക്കാനുള്ള കാരണം വെച്ചാൽ ഇത്രയും വലിയ ഡിഫറൻസ് വന്നതുകൊണ്ടാണ്. അതിനകത്ത് പ്രധാനമായിട്ട് വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാല് ആഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് സെയിം ആയിരിക്കണം. അങ്ങനെ ആകണമല്ലോ, കാരണം നമ്മുടെ ക്ലോസിംഗ് ബാലൻസും ടോട്ടൽ ഏരിയയും സെയിം തന്നെയാണ്. അല്ലെങ്കിൽ ചെറിയ മൈനർ ഡിഫറൻസ് ഉണ്ടാകാം, എന്നാലും സെയിം ആയിരിക്കണം നമ്മൾ ആ കറക്റ്റ് ഡേറ്റ് എടുക്കുവാണെങ്കിൽ. ഈ പറയുന്ന ഡാറ്റയിൽ ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-15 ലക്ഷം ഇപ്പൊ മടത്തര ഡിഫറൻസ് കിടപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴത്തെ രണ്ട് തമ്മിലുള്ള ഗ്യാപ്പ്. ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തെ DCB എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ജൂൺ മാസത്തെ DCBയിൽ മടത്തറയിൽ 89 ലക്ഷം രൂപയാണ് ഡിമാൻഡിൽ കുറച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് 89 ലക്ഷം എന്ന് പറയുന്നത് കുറയ്ക്കുന്നതിന്റെ കാരണം ഇത് DCB ബാലൻസും ടോട്ടൽ അറിയരും കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഈ 89 ലക്ഷം രൂപ മറ്റൊരു കാരണവശാലും ഫൈനോ അങ്ങനെയൊന്നും ഒന്നും വരാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംശയം ഉണ്ടായത്. ഇതിനകത്ത് മറ്റൊരു രീതിയിലൂടെ ഇവിടെ ഒരു നമ്മളൊന്ന് കൂട്ടി നോക്കിയായിരുന്നു. അത് വളരെ ചെറിയ കൺസ്യൂമേഴ്സ് ഉള്ള ഒരു ലിസ്റ്റ് കൂട്ടി നോക്കിയപ്പോൾ ഏതാണ്ട് ഇത് തന്നെയാണ് വരുന്നത്. സ്റ്റീഫൻ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇത് കൂടുതൽ ഡീറ്റെയിൽ നോക്കേണ്ടതുണ്ട്. നമുക്ക് ഡീറ്റെയിൽ നോക്കിയിട്ട് ഇതിനകത്തൊരു കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും പക്ഷേ ഇതൊരു സംശയം തന്നെയാണ്. അതല്ല, തീർച്ചയായിട്ടും നോക്കണം. കാര്യം തന്നെ എനിക്കത് എന്താ പറയാ, എനിക്കത് ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം കുറച്ചിൽ മറ്റൊരു കാര്യം, ജൂൺ മാസം കുറച്ചതിനകത്ത് BPL എമൗണ്ട് കുറച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്താ പറയാ സ്കീം പറയുന്നത്. കാര്യം BPL എമൗണ്ട് അതിനകത്ത് ഒരു കാരണവശാലും കുറച്ചിട്ടില്ല. ഈ എന്താ പറയാ ഡിഫറൻസ് റേറ്റിംഗിന്റെ ഡിഫറൻസ് വന്നതിന് അല്ല എനിക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായും ചെയ്തു. കാര്യം ഇരിഞ്ഞാലക്കുട സെക്ഷനിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് കഴിഞ്ഞ മാസം DCBയില് അതിനകത്ത് നോൺ ഡൊമസ്റ്റിക്കില് 1 കോടി രൂപയുടെ മൈനസ് ഫിഗർ വന്നു. അപ്പൊ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവരെ വിളിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇത്ര മൈനസ് ഫിഗർ വന്നത്, എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ പറഞ്ഞ നേരത്തെ ജൂണിൽ കുറച്ച് തുക കുറയ്ക്കുകയും അതോടെ തെറ്റായ ഭാഗമായി RO കുറച്ചു. ഇത് രണ്ടും കൂടെ വന്നതിന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ BPLനകത്ത് അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നൊരു കൺക്ലൂഷനും എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ തീർച്ചയായും നിങ്ങളത് കണ്ടുപിടിക്കുമ്പോൾ മാത്രമേ എനിക്കും എന്താ പറയാ അബാക്കസ്റ്റിയുമായിട്ട് ഞങ്ങൾ ഒരിക്കലും എന്താ പറയാ ഒരു അംഗീകരിക്കുന്നതല്ല. കാരണം തെറ്റിന് തെറ്റാണെന്ന് തന്നെ ചെയ്യണം. എനിക്ക് DCB കറക്റ്റ് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഒട്ടേറെ കാര്യങ്ങളിൽ
നമ്മൾ അതിനകത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ പ്ലാറ്റ്ഫോം ചെയ്താൽ എനിക്ക് നല്ലതാണ്. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സുരേഷ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറിന് ചോദിക്കാം. ഇല്ല, എനിക്ക് ചോദിക്കാനില്ല. ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൈ ഉയർത്തിയത്. ഞാൻ സ്റ്റീഫന്റെ എഫേർട്ടിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൈ ഉയർത്തിയത്. ഈ ഒരു വളരെയധികം പരാതികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ അബാക്കസിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എക്സൽ എന്ന് പറയുന്ന ഒരു വലിയൊരു ആപ്ലിക്കേഷനിലേക്ക് അതിനെ കൊണ്ടുപോയി വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന തലത്തിലേക്ക് മാറ്റാൻ സാധിക്കും എന്ന് തെളിയിച്ചു തന്നതിന് സ്റ്റീഫിന് വളരെയധികം നന്ദി പറയുകയാണ്. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, സ്റ്റീഫിനെ കൂട്ടുള്ള ഒരു മെയ്റ്റിനെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു സബോർഡിനേറ്റ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ എത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമായിരുന്നു. അപ്പം പുതിയ ജനറേഷൻ വളരെയധികം വാട്ടർ അതോറിറ്റിയോട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നതിൽ വളരെയധികം അഭിമാനം തോന്നുകയാണ്. ശരിക്കും എനിക്കിപ്പോൾ ഈ സ്റ്റീഫിന്റെ ക്ലാസ് കേട്ടിട്ട് ഞാൻ സെൻട്രൽ റീജിയനിൽ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട്. സ്റ്റീഫന്റെ സമയവും കൈകാര്യങ്ങളും ലഭ്യമാവുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സിയോട് പറഞ്ഞുകൊണ്ട് തന്നെ ഇതൊരു ക്ലാസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ട്. സ്റ്റീഫന്റെ എഫേർട്ടിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഞാൻ ഇപ്പോഴും വളരെ അത്ഭുതത്തോടു കൂടി ഇതിനെ കണ്ടുപോകുമായിരുന്നു. ഇതൊക്കെ ഞാനും ഫീൽഡിലൊക്കെ AEXC ആയിട്ട് ഇരുന്നപ്പോൾ ഒന്ന് കിട്ടിയിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചു. വെരി ഗുഡ് ക്ലാസ് സ്റ്റീഫൻ. സ്റ്റീഫന് എല്ലാവിധ സപ്പോർട്ടും നൽകിയ പ്രദീപിനെയും കൂടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്തായാലും നല്ല ഒരു എഫേർട്ടാണ്. ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ബാക്കി പങ്കെടുത്ത ഒത്തിരി പേർക്ക് ചിലപ്പോൾ നല്ല ഐഡിയാസ്, ഇതിനേക്കാളും ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന, ഇവർ ചോദിച്ച സംശയങ്ങളെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ നമ്മുടെ രഞ്ജിത് സഖാവ് ചോദിച്ച സംശയങ്ങളെ ക്ലാരിഫൈ ചെയ്യാൻ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കൊരു കൂട്ടായ ടീം ഉണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കും. അപ്പം അതിനുള്ളൊരു എഫേർട്ടും കൂടി ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ വേണമെന്നാണ് എനിക്ക് ഒരു അഭ്യർത്ഥനയുള്ളത്. ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യരുത്. ഇതിനോട് താല്പര്യമുള്ള നമ്മുടെ ജോയി സഖാവിനെ മറ്റുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇതും നല്ല രീതിയിലേക്ക് നിങ്ങളൊന്ന് ഇത് ചെയ്യണം. ഒരു ഈ അബാക്കസിന്റെ ഒരു ഹെൽപ്പിംഗ് ആയിട്ട് അല്ലെ കൺസ്യൂമർ ഡാറ്റ ഹെൽപ്പിംഗ് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ആ രീതിയിലേക്ക് നിങ്ങൾ വളരട്ടെ. ഈ ഉദ്യമത്തിന് സ്റ്റീഫനും പ്രദീപിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. സംശയങ്ങളൊന്നുമില്ല, എനിക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു, മാറി. വളരെയധികം സന്തോഷം. താങ്ക് യു. സ്റ്റീഫ, ഞാൻ പത്തനംതിട്ട SC ആണ്. സന്തോഷ് കുമാറോ? എനിക്കൊരു സിമ്പിൾ ചോദ്യം. പത്തനംതിട്ടയിൽ കുറെ വിഷയങ്ങളുണ്ട്. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടും DCBയും ഒക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒരു ദിവസം ഒരു ക്ലാസ് കൂടെ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാനത് അറേഞ്ച് ചെയ്യാം. രണ്ടാമത് ഒരു ചെറിയ കാര്യം കൂടെ ഉള്ളത്, ഈ അബാക്കസ് നമുക്ക് സോഫ്റ്റ്വെയർ ഔട്ട്ഡേറ്റഡ് ആണെന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് കിടപ്പുണ്ട്. ഈ ഔട്ട്ഡേറ്റഡ് കൺസെപ്റ്റിൽ നിന്ന് പുതിയൊരു സോഫ്റ്റ്വെയറിലേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളതിന് ഒരു അഭിപ്രായം പറഞ്ഞു തന്നെ കൊള്ളാം. മാത്രമല്ല പത്തനംതിട്ടയുടെ കുറച്ച് വിഷയങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ഈ അബാക്കസ് ഔട്ട്ഡേറ്റഡ് ആണ്, അത് പുതിയൊരു സിസ്റ്റം വേണമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ സൊസൈറ്റിക്കകത്ത് കിടക്കുന്നുണ്ട്. അതിനൊരു ഉത്തരം പറഞ്ഞു. ആക്ച്വലി അബാക്കസിന്റെ അകത്ത് നിന്നാണ് നമ്മൾ ഇത്രയും ഡേറ്റാസ് എടുത്തത്. അബാക്കസിന്റെ അകത്തോട്ട് ഇതുപോലെയുള്ള ഡേറ്റാസ് കൊണ്ടുവരാനുള്ള ഒരു ഡേറ്റ പുൾ ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം ഇത് ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു ഡേറ്റയിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അന്നേരം ഈ ഡേറ്റ നമുക്ക് റെഡിലി അബാക്കസിൽ അവൈലബിൾ ആക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അബാക്കസിന്റെ അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ പരമാവധി ഈ ഡേറ്റാസ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യത്തക്ക രീതിയിൽ അബാക്കസിൽ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അബാക്കസ് ഇതുപോലെ യൂസർ ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ടാണ് പലരും അതിനെ ഔട്ട്ഡേറ്റഡ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾക്ക് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതുപോലെ ഇപ്പോ സ്റ്റീഫൻ കാണിച്ചു തന്ന പോലെ നമുക്ക് പലതും ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം എടുക്കുക മീറ്റിങ്ങിന് പോകുമ്പോൾ, അതാണ് നമ്മൾ കൂടുതലും നമ്മളെ വലച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് എടുക്കുക എന്നുള്ള രീതിയിലൊരു പ്രോഗ്രാം വെച്ചുകൊണ്ട് സ്റ്റീഫൻ പറഞ്ഞു തന്നു. അപ്പൊ ഇതിനും അബാക്കസിനും, അതായത് ഇപ്പോ പലരും ഇങ്ങനെ, ഞാനും കുറെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ഡാറ്റ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ ഇതിങ്ങനെ പറയുന്നത്. അപ്പൊ
അതിലും സാധ്യതകൾ ഉണ്ട് എന്ന് തെളിയിച്ചു വന്നു. അപ്പോ അതിലൊത്തിരി, കാരണം ഒത്തിരി ആൾക്കാർക്ക് ഗുണപ്രദമാകും. ഇപ്പൊ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുമ്പോഴായാലും എന്താണ് എവിടെയാണ് പാളിച്ച വന്നേക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഈ ക്ലാസ് കൊണ്ട് സാധിക്കും. ഇത് കുറച്ചും കൂടി ഒരു ഹാൻഡ്സ് ഓൺ പോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോ സ്റ്റീഫൻ പറഞ്ഞു പോവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോ പലർക്കും ചെയ്തുകൊണ്ട് ഒപ്പം ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ എനിക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കാരണം പിവറ്റ് ടേബിൾ ആക്ച്വലി വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഒന്ന് യൂസ് ചെയ്ത് 2-3 തവണ യൂസ് ചെയ്ത് ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം പിവറ്റ് ടേബിളിലാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള അനാലിസിസ് പാർട്ട് ഫുള്ള് വരുന്നത്. അതൊന്ന് ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അതിനെക്കുറിച്ച് ആലോചിക്കാം എങ്ങനെയാണെന്നുള്ളത്. എല്ലാവരും കൂടി അഭിപ്രായം കൂടി എടുത്ത്, കാരണം ഇത്രയും എല്ലാ ജില്ലകളിൽ നിന്നും പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരുന്നതാണോ റീജിയൻ വൈസ് നോക്കുന്നോ? അപ്പോ എങ്ങനെയാണ്? അപ്പൊ അത്രയും സാധ്യതകളുണ്ട് ഇതിനെന്തായാലും. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻസിന് ശേഷം നമുക്കൊരു ഇതിലേക്ക് എത്താം. ഇതിനെന്തായാലും ഒരു സെക്കൻഡ് സെഷൻ എന്തായാലും അനിവാര്യമാണ്. കാരണം ഇത് ചെയ്തു തുടങ്ങുമ്പോഴാണ് ആൾക്കാർക്ക് ഇതിന്റെ സംശയം ഉണ്ടാവുള്ളൂ. എല്ലാവരും ജസ്റ്റ് ക്ലാസ് കേട്ടതേ ഉള്ളൂ. കൂടുതൽ സംശയങ്ങൾ എന്തായാലും ചെയ്യണ സമയത്ത് ഉണ്ടാവും. അപ്പോ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഡീറ്റെയിൽസും കൂടി തരികയാണെന്നുണ്ടെങ്കിൽ, ഈവൻ മെയിലായാലും വാട്സാപ്പ് CUG അല്ലെങ്കിൽ പേഴ്സണൽ നമ്പറോ അത് ഇതാവാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്കൊരു ഇതില് ഒരു ഹെൽപ്പിംഗ് ഇതിന് വേണ്ടിയിട്ട്. കാരണം സംശയങ്ങൾ ഉണ്ടാവും. ഞാനിപ്പോ ചെയ്തു നോക്കാം, നമുക്കിപ്പോ തിങ്കളാഴ്ചയാണല്ലോ ഇനിയിപ്പോ പറ്റുള്ളൂ. അപ്പൊ ചെയ്തു നോക്കിയിട്ട് എങ്ങനെയാന്നുള്ളത് അഭിപ്രായങ്ങള് സംശയങ്ങൾ നമുക്ക് തീർക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ളൊരു കോണ്ടാക്ട്. സാറേ, സെക്ഷൻ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് സംശയങ്ങൾ ചെയ്യുമ്പോൾ സാർ അത് റിപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു സാർ അതിനകത്തുണ്ടെങ്കിൽ. ഓക്കെ സാർ, അത് അങ്ങനെ ചെയ്യാം. സ്റ്റീഫൻ, ഞാൻ രഞ്ജീവാണ്. ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ DPL ഒരു കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ. ഞാൻ അതിനൊരു സിമ്പിൾ ഒരു കാര്യം കൂടെ, അത് ശരിയാണോ എന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഇതിനു വേണ്ടി ഞാൻ ഒരു ഇതായിട്ട് എന്റെ ഒരു പറയുന്ന കാര്യം. ഇന്നിപ്പോ 1-ാം തീയതിയാണ്. ഇന്നലെ വരെ നമ്മളെ ഇതിന്റെ വെച്ചിട്ട് ഇന്ന് വെച്ചൊരു അനാലിസിസ് എടുത്തിട്ട് ഈ പറഞ്ഞ DCB എടുക്കുമ്പോൾ, ഇപ്പൊ നമുക്കിപ്പോ DCB എടുക്കുന്ന 9 മാസമാണ്, 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡേറ്റ എടുക്കുന്നത്. ഇന്നലെ വരെയുള്ള നമ്മൾ ഡിമാൻഡ് എടുത്തിട്ട് ആ ഡിമാൻഡിൽ നിന്ന് BPL കുറഞ്ഞിട്ടാണോ ഈ വരുന്ന നമ്മള് 10-ാം മാസത്തെ DCB ജനറേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് എന്നുള്ള ഒരു ഇത് സിമ്പിളായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്കൊന്ന് പറഞ്ഞു തന്നാല് എനിക്ക് ഒരു IT ടീം അല്ലെങ്കിൽ അബാക്കസ് ടീമിനോട് എനിക്ക് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാം. പറഞ്ഞത് മനസ്സിലായിക്കണം. കാര്യം നമ്മള് 2 മാസം പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മള് റീഡിംഗ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റയിൽ നിന്നാണ് ഈ ഫുൾ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. റീഡിംഗ് ഷീറ്റ് പലപ്പോഴും നമുക്ക് ഇപ്പം, കാരണം എനിക്ക് ഇതിന്റെ ബാക്ക് എൻഡിൽ ആക്സസ് ഇല്ല. അതായത് ഓരോ കൺസ്യൂമേഴ്സിന്റെ റീഡിംഗ് എനിക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ, അതായത് അബാക്കസിന്റെ ഡേറ്റാബേസിൽ ആക്സസ് ചെയ്യാൻ എനിക്ക് ഓപ്ഷൻ ഇല്ല. ഞാൻ അന്നേരം റീഡിംഗ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ വെച്ചിട്ടാണ് ഈ ഫുൾ ഡേറ്റ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അന്നേരം എനിക്ക് കൃത്യമായിട്ടും അങ്ങനെ ഓരോ റീഡിംഗ് ഷീറ്റും കറക്റ്റ് ആണെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇൻഡിവിജ്വലി വാലിഡേറ്റ് ഒക്കെ ചെയ്താൽ മാത്രമേ ഈ ഒരു നമുക്ക് ഔട്ട്പുട്ട് 100% കൺഫേം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഇപ്പോഴും ഈ ഗ്രാൻഡ് ടോട്ടല് 30 ലക്ഷം എന്നൊക്കെ പറഞ്ഞത് അപ്രോക്സിമേറ്റ് ആയിട്ട് എനിക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും കറക്റ്റ് ആ DCBയുടെ 31 ലക്ഷത്തിലോട്ട് എത്തിക്കാൻ പാടാണ്. കാരണം എനിക്ക് ബാക്ക് എൻഡ് ആക്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം കറക്റ്റ് എക്സാക്ട് ഫിഗർ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല സാർ. ഞാനിത് കുറച്ച് എക്സൽ ട്രൈ ചെയ്തു. കാര്യം ഞാൻ അരിയർ ലിസ്റ്റ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോ അതിനകത്തൊരു ഇത് വന്നിട്ടില്ല, അത്രയും എനിക്ക് കിട്ടിയില്ല. കാര്യം അരിയർ ലിസ്റ്റ് എടുത്തിട്ട് ഞാൻ ഒരു സെക്ഷന്റെ ഏറ്റവും കുറച്ച് കണക്ഷൻ ഉള്ള ഒരു സെക്ഷനിൽ ഞാൻ ഒരിക്കൽ ഒരു ട്രയൽ റൺ നടത്തിയതാണ്. അത് കുറച്ചും കൂടെ ഒന്ന് നമുക്ക് എന്താ പറയാ ആക്യുറേറ്റ് ആണോ, അതിന് ചെറിയ മൈനോറോ അത്രയും ഇത് വന്നാലും കുഴപ്പമില്ല. ഒന്നൊന്ന് ജസ്റ്റ് ഇന്നാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയൊരു കൺസ്യൂമർ കുറഞ്ഞ ഏതെങ്കിലും ഒരു സെക്ഷന്റെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താലേ 2 ദിവസം കഴിയുമ്പോൾ അത് മാറും, അതിന്റെ ഡേറ്റാസ് മാറും. ഇന്നാകുമ്പോൾ അത് ചെയ്യാൻ പറ്റും. ഒരു ഡേറ്റ ഏതെങ്കിലും എടുത്തിട്ടിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാലേ എനിക്ക് എന്താ പറയാ അവരുമായിട്ട് നമുക്കൊന്ന് ഇത് ചെയ്തിട്ട് എനിക്ക് DCB എന്താ കറക്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിൽ 2-3 സ്റ്റെപ്പ് ഞാൻ എടുത്തുകൊണ്ട് നമ്മളെ നോൺ എക്സിസ്റ്റിംഗ് കളക്ഷൻ നമുക്കറിയാം, അതൊരു
36 കോടി രൂപയാണ് 31 ഡിവിഷനിലായിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് DR ഡിസ്കണക്ഷൻ ഏതാണ്ട് 27-28 കോടി രൂപ DR ഡിസ്കണക്ഷൻ അരിയർ കിടപ്പുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് തീർക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എന്താ പറയുക അപ്ഡേറ്റ് ആക്കണം. ഇപ്പൊ BPL 2 തരം പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ട്. ഒന്ന്, ഇപ്പോ ഫാം ഹെൽത്ത് മിഷൻ വന്നപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അതാത് മാസം കുറഞ്ഞു പോകുന്നുണ്ട് കൺസ്യൂമേഴ്സിന്. അപ്പൊ തന്നെ സിസ്റ്റത്തിൽ പോയിട്ട് അത് കുറഞ്ഞു പോകുന്നുണ്ട്. മറ്റൊരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ മാസം കുറയ്ക്കാൻ പറ്റത്തോട്ട് അടുത്ത മാസത്തിലാണ് കുറയുന്നത്. നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതും കൂടെ അതിനകത്ത് ഉണ്ട്. അപ്പൊ അത് ഈ പറയുന്ന രണ്ടും നമുക്കൊരു കുഴപ്പം പിടിച്ച ഒരു സാധനമാണ്. ഫാം ഹെൽത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചും കൂടെ ഇത് വരും എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇതൊന്ന് ഏതെങ്കിലും ഒരു സിമ്പിൾ സെക്ഷന്റെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് BPL അങ്ങനെ ഉണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ചെയ്താൽ ഞാൻ ബാക്കി ഡെവലപ്പ് ചെയ്ത് ഞാൻ അത് ചെയ്തോളാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സ്റ്റീഫ, മനീഷ് ആണേ. സാർ. സ്റ്റീഫ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാർ. സ്റ്റീഫ, നമ്മളിപ്പോ ഇതിനകത്തേ ഇൻപുട്ട് ചെയ്തേക്കുന്നത് ഏരിയ വൈസ് അല്ലെങ്കിൽ ഏരിയ കോഡ് വൈസ് ആയിട്ടുള്ള റീഡിംഗ് ഷീറ്റ് ആണ് അല്ലേ? നമ്മുടെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് റൂട്ട് വൈസ്. ഓക്കെ, സോറി, ഏരിയ കോഡ് അല്ല, റൂട്ട് വൈസ്. ഞാൻ ചോദിക്കുന്ന ഒരു സെക്ഷൻ വൈസ് ഇതിനെ മൊത്തം കൂടി നമുക്ക് ഇൻകോർപ്പറേറ്റ് ഒറ്റ ഡോക്യുമെന്റ് ആക്കി കൂടെ വേണമെങ്കിൽ? ആക്ച്വലി ഇപ്പം റീഡിംഗ് ഷീറ്റ് അങ്ങനെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് അബാക്കസിന്ന് കിട്ടുമായിരുന്നെങ്കിൽ വളരെ നല്ലതാണ്. റീഡിംഗ് ഷീറ്റ് ആണ് ആക്ച്വലി അബാക്കസിൽ നിന്നാണ് നമ്മൾ ആ ഡേറ്റ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത്. കാരണം റീഡിംഗ് ഷീറ്റ് നമുക്ക് ഓരോ സിംഗിൾ ഡേറ്റ എല്ലാ കൺസ്യൂമേഴ്സിന്റെയും അവസാനത്തെ റീഡിംഗ് ഉള്ള ഒരു സിംഗിൾ ഡേറ്റ ഷീറ്റ് നമുക്ക് അബാക്കസിൽ നിന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് തെറ്റ് വരാത്ത രീതിയിൽ ഈ DCB പെർഫെക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിലവിൽ ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ഓരോ റൂട്ടിലും പോയി ആ റീഡിംഗ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതെ, അത് tedious ആണ്. പക്ഷെ അതിനൊരു ഔട്ട്പുട്ട് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒബിയസ്ലി ഉണ്ട്. അതാണല്ലോ നമ്മളിപ്പോ കണ്ടത്. സ്റ്റീഫൻ നല്ലപോലെ പ്രസന്റ് ചെയ്ത, നല്ലപോലെ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ സാധനത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് വൈസ്, ഞാൻ ഏരിയ എന്ന് ആദ്യം പറഞ്ഞു, റൂട്ട് വൈസ് ഉള്ള റീഡിംഗ് ഷീറ്റ് എന്നുള്ള ഇൻപുട്ടാണ്. അപ്പോൾ അതിന്റെ പ്രശ്നം വെച്ചാൽ ഒരു സെക്ഷനിൽ തന്നെ ഏകദേശം ഒരു 10-30 റൂട്ടൊക്കെ എന്തായാലും കാണത്തില്ലേ മിനിമം? ഇല്ല സർ, 500 റൂട്ട് വരെയൊക്കെ വരാം. പോട്ടെ, 500 റൂട്ട് വരെയൊക്കെ വരാം. അപ്പൊ അങ്ങനെയൊക്കെ പോയാലേ നമുക്കൊരു കൺസോളിഡേറ്റഡ് ഡേറ്റ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു വലിയ ജോബ് ഇതിനകത്ത് തന്നെ നമുക്ക് ചെയ്യേണ്ടി വരത്തില്ലേ? അബാക്കസിന്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സാറ് പറഞ്ഞത് നടക്കുകയുള്ളൂ. കാരണം അത് അങ്ങനെ വേണ്ടേ നമുക്ക്? രഞ്ജീവിന്റെ റിക്വയർമെന്റ് ഒക്കെ മീറ്റ് ചെയ്യണമെങ്കിലേ അങ്ങനെ ഡേറ്റ കിട്ടണ്ടേ? റൂട്ട് വൈസ് കിട്ടിയാൽ DCB കറക്ഷൻ ഒന്നും നമുക്ക് ഒരു പരിധി കൂടുതലൊന്നും ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാന്ന് പറയുന്ന ഒരു tedious ജോബാണ്. അറ്റ്ലീസ്റ്റ് സെക്ഷൻ വൈസെങ്കിലും ഡേറ്റ കിട്ടിയാലല്ലേ ഒരു വലിയ ക്യാൻവാസിലോട്ട് ഇത് മാറത്തുള്ളൂ. ശരിയല്ലേ? അങ്ങനെയല്ലേ? അതെ. ഒറ്റ ഒരു ക്ലിക്കിൽ എല്ലാ റൂട്ടിന്റെയും എല്ലാ കൺസ്യൂമേഴ്സിന്റെയും ഫൈനൽ റീഡിംഗ് നമുക്ക് കിട്ടാൻ ഒരു ഓപ്ഷൻ അബാക്കസിൽ വരുവാണെങ്കിൽ ഇത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ഡേറ്റയിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കറക്റ്റ്. ഓക്കെ. അങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാലോ അല്ലേ? എനിക്ക് ഇതിന്റെ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അബാക്കസ് ടീമിന് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി. ഓക്കെ, കൊള്ളാം സ്റ്റീഫ. നല്ല എഫേർട്ടാണ്. എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്ത് ഇങ്ങനെ എഫേർട്ട് എടുത്ത് കണ്ടിട്ടില്ല. നല്ല കാര്യം കേട്ടോ, എടുക്കാനാണ്. താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ആയിട്ടോ സംശയമായിട്ടോ എന്താണ് ഇതാക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. സുരേഷ് സാറേ. സമയമായില്ലേ? വേറെ ആർക്കും ഇല്ലെങ്കിൽ സ്റ്റീഫന്റെ നമുക്ക് കാരണം ഒന്നുകിൽ സെക്ഷൻ ഗ്രൂപ്പിനകത്ത് ഒത്തിരി സംശയങ്ങൾ വരുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയാലൊന്ന് കരുതിയിട്ടെ നമുക്ക് ഈ അബാക്കസിന്റെ വേണേ തന്നെങ്കിൽ ഒരു ഹെൽപ്പിംഗ് ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആളുകളൊന്ന് ചെയ്തു നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് ഇന്നത്തെ നമുക്ക് ക്ലോസിംഗ് സെക്ഷനകത്ത് അടുത്ത നടപടിയിലേക്ക് കടന്നോളൂ. തമ്പി സാറേ. ഓക്കെ. യഥാർത്ഥത്തില് ആക്കോട്ടക്കും സ്റ്റീഫനും എല്ലാം ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്ന ഈ പ്രവർത്തനം നമ്മുടെ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം വാട്ടർ അതോറിറ്റി സ്വന്തമായി പരിഹരിക്കപ്പെടേണ്ട ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് സ്റ്റീവൻ ചെയ്തിട്ടുള്ളത്. കൊല്ലത്തെ സ്റ്റീവന്റെ പ്രവർത്തനം മറ്റ് മേഖലകളിലും നമുക്ക് വളരെ ആഹ്ലാദകരമായ അനുഭവം. സ്റ്റീവന്റെ പറഞ്ഞതുപോലെ ഈ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായി.
അന്ന് തന്നെ നമ്മൾ സ്റ്റീഫനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അത് പിന്നെ അതിനുശേഷം ബുക്കൊക്കെ വന്നതോടുകൂടി അത് വലിയ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടി വന്നില്ല. അപ്പം ഈ ക്ലാസ് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു തുടക്കമാണ്. ഇതിൻ്റെ അടുത്ത വേർഷൻ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ മാനേജ്മെന്റ് തന്നെ ഈ അബാക്കസ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള പുതിയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊരു ടീം വർക്കായിട്ട് മാനേജ്മെന്റ് ഏറ്റെടുക്കുകയും നമ്മുടെ RMC അടക്കമുള്ളവർ ഇത് സൂക്ഷ്മമായി വിലയിരുത്തി ഈ മാതിരി സാധ്യത മുഴുവൻ ഓഫീസർമാർക്കും വലിയ എഫർട്ട് ഇല്ലാതെ തന്നെ കിട്ടത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ സ്റ്റീവന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് മെച്ചപ്പെട്ട അനുഭവമായിരിക്കും. അത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ പ്രയോജനപ്പെടുത്തുവാനും ഡേറ്റ അനലൈസിസ്, ഈ ഡേറ്റ ചവറ് പോലെ നമുക്ക് ഒരുപാട് കിട്ടും. പക്ഷേ അത് അനലൈസ് ചെയ്യുമ്പോഴാണ് ആ ഡേറ്റ കണ്ടെത്തുന്നതിൻ്റെ ഒരു റിസൾട്ട് എത്തുക എന്നുള്ളത്. ഡേറ്റ അനലൈസിസ് വളരെ പ്രധാനമാണ്. ഈ മേഖലയിൽ മാത്രമല്ല, നമ്മളെല്ലാ മേഖലയിലും നമ്മുടെ കയ്യിലുള്ള ഡേറ്റകൾ ഏത് രൂപത്തിൽ നമുക്ക് അനലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു സൂപ്പർവൈസറി ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ മാനേജറിയൽ സ്കില്ലിൻ്റെ ഭാഗമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ ക്ലാസ് കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒക്കെ എത്തപ്പെട്ട പലരും ആ രൂപത്തിൽ നല്ല കഴിവും പ്രാപ്തിയും ഉള്ളവരാണ്. എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുവാനുള്ള അവസരമാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. സ്റ്റീഫനെയും അക്വാടെക്കിൻ്റെ ചെയർമാൻ, കൺവീനർമാർ അവരെല്ലാം അസോസിയേഷന്റെ പേരിലുള്ള അഭിനന്ദനം അറിയിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളും കൂടുതൽ ഗംഭീരത്തോടു കൂടി എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ നടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. സെഷന് ഔദ്യോഗികമായിട്ട് വേറെ ആർക്കും ഒന്നും സംസാരിക്കാനില്ല എന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സെഷന് ഔദ്യോഗികമായിട്ട് നന്ദി പറയാനായിട്ട് അനൂപ് SS ക്ഷണിക്കുന്നു. സ്മാർട്ട് ഡാറ്റ അനാലിസിസ് ഇൻ അബാക്കസ് ട്രെയിനിങ് ഡേറ്റ ആൻഡ് ഇൻസൈറ്റ്സ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ ക്ലാസ്സിൽ വിലപ്പെട്ട അറിവുകളും അനുഭവങ്ങളും പങ്കുവച്ച ശ്രീ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്റ്റീഫൻ അലക്സാണ്ടറിന് അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റിയുടെ അക്വാടെക്കിന്റെ പേരിലും ഉള്ള എല്ലാ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ സ്റ്റീഫൻ ഓൾറെഡി എല്ലാവരും സ്റ്റീഫന്റെ എഫേർട്ടിനെ ഓൾറെഡി അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നടത്തിയ ക്ലാസ്സുകളിൽ തന്നെ ഓൾറെഡി 3 ക്ലാസ് ഓൾറെഡി ഇപ്പോൾ സെൻട്രൽ റീജിയനിൽ നിന്നാണെങ്കിൽ സുരേഷ് സാറും പത്തനംതിട്ട STയും അതുപോലെ മറ്റേ രഞ്ജി സഖാവും എല്ലാം ഓൾറെഡി ട്രെയിനിങ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഈ ക്ലാസ്സിന്റെ വിജയം അതിൽ നിന്ന് വ്യക്തമാകുന്നു. പ്രത്യേകിച്ച് ഈ അബാക്കസിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയെ എങ്ങനെ നമുക്ക് ഫലപ്രദമായി വിശകലനം ചെയ്ത് അതെങ്ങനെ വാട്ടർ അതോറിറ്റിയുടെ റവന്യൂ മോണിറ്ററിങ്ങിന്, അതായത് റവന്യൂ ഇമ്പ്രൂവ്മെന്റിന്റെ ഏറ്റവും ഒരു പ്രധാന ഘടകമായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് സ്റ്റീഫൻ ഈ ഒരു ചെറിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അത് വിശദമാക്കിയുള്ളെങ്കിലും അത് ഇനിയും തുടർന്ന് അക്വാടെക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം. അതുപോലെ നേരത്തെ സാർ പറഞ്ഞ പോലെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് കൂടുതലുള്ള ഇൻപുട്ട് വരുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓരോ സെഷനിലെയും വരുമാന വർധനയ്ക്കായി ഈ ടൂളുകൾ എത്ര ഫലപ്രദമായി ഉപയോഗിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ BPL ഉപഭോക്താക്കളെ ഒഴിവാക്കിയുള്ള ഡിമാൻഡ് കണ്ടെത്തൽ, കുടിശ്ശിക പട്ടിക കൃത്യമായിട്ട് വിശകലനം ചെയ്ത് അവരെ നേരിട്ട് ബന്ധപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ അനന്ത സാധ്യതകൾ ഇതിന് പിന്നിലുണ്ട്. പക്ഷേ സ്റ്റീഫനെ സംബന്ധിച്ചോളം സ്റ്റീഫൻ നമ്മളോടും പറഞ്ഞിട്ടുള്ളത് അതിനുള്ള ഡേറ്റ, ഇപ്പോൾ സ്റ്റീഫൻ ഇത് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സെക്ഷന്റെ ഡേറ്റ വെച്ചിട്ടാണ്. സ്റ്റീഫന് ഒരു ടീമിന്റെ സഹായം, അതായത് മൊത്തത്തിലുള്ള ഒരു സ്റ്റേറ്റിൽ മൊത്തത്തിലുള്ള ഒരു ഡേറ്റ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ അതോറിറ്റിക്ക് ഒരു മികച്ച രീതിയിൽ ഈ അബാക്കസിനെ നല്ല രീതിയിൽ ഈ അബാക്കസിൽ പുതിയ ടൂളുകൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഈ വാട്ടർ അതോറിറ്റിക്ക് ഫലപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നതിന് ഒരു സംശയമില്ല. അതുപോലെ ക്ലാസ്സിൽ സജീവമായി പങ്കെടുത്ത എല്ലാ ഓഫീസർമാർക്കും അക്വാടെക്കിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ സാങ്കേതിക പുരോഗതിക്കായി ഇതുപോലുള്ള സെഷൻസ്, പ്രത്യേകിച്ചും ഈ സ്റ്റീഫന്റെ ഈ ബാക്കസുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സെക്ഷനുകൾ ഇനിയും ഉണ്ടാകുമെന്ന് ഉറപ്പുവരുന്നു. ശ്രീ സ്റ്റീഫൻ അലക്സാണ്ടർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദിയും ആശംസകളും നേരുന്നു. താങ്ക് യു all.